നമുക്ക് കിട്ടിയ ഞാനെൻ്റെ ടൈം എലോൺ വിത്ത് ഗോഡ് എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യുന്നു. ടാഗ് ടൈം എലോൺ വിത്ത് ഗോഡ്. അറിയാമോ നിങ്ങൾക്ക്? അറിയത്തില്ല. ടൈം എലോൺ വിത്ത് ഗോഡ് എന്ന് പറയും. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വചനഭാഗം വായിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നു. ഏതെങ്കിലും വചനഭാഗം വായിച്ചുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി വയ്ക്കും. അതൊരു പ്രണയലേഖനമാണ്. ആ എഴുതി വെച്ചത് വിട്ടേക്കും. 2-3 കൊല്ലം കഴിഞ്ഞ് ആ എഴുതിയതെടുത്ത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, എൻ്റെ ദൈവമേ, ഇത് ഞാൻ തന്നെയാണോ എഴുതിയതെന്ന്. പ്രൈസ് ദി ലോർഡ്. അതൊരു ടൈം എലോൺ വിത്ത് ഗോഡ്. കർത്താവിനോട് കൂടെ ഇരിക്കുകയല്ല, കർത്താവിനോട് കൂടെ ആയിരിക്കുകയാണ്. ഒരു സഖിത്വമാണ്. ഭാര്യ ഭർത്തൃ ബന്ധം പോലെ ഒരു സഖിത്വമാണ് കർത്താവിനോട് കൂടെ ആയിരിക്കുക. ഞാൻ വന്ന പുറകിൽ അങ്ങനെ ഇരുന്നു, എൻ്റെ നോട്ട്സൊക്കെ ചുമ്മാ അതൊക്കെ നോക്കി ബൈബിൾ അന്നേരം മത്തായി സുവിശേഷം 26 നിന്നൊരു വാക്ക് വന്നു. അത് മത്തായി സുവിശേഷം മുഴുവൻ തപ്പിട്ട് ആ വാക്ക് കിട്ടുന്നില്ല. അതുപോലൊരു വാക്ക് എനിക്ക് വേണം. ആ വാക്ക് മർക്കോസിന് സുവിശേഷം, അതിപ്പോൾ കിട്ടിയില്ല. അപ്പോൾ ഞാനങ്ങനെ വായിച്ച് ഒരെണ്ണം കണ്ടുപിടിച്ചു. അങ്ങനെ ഇരിക്കുമ്പം ആ റെഡ് ടീഷർട്ട് ഇട്ട ബ്രദർ കയറി വന്നു. ബ്രദറിൻ്റെ പേരെനിക്കറിയത്തില്ല. ബ്രദർ ഏണസ്റ്റ് ബ്രദർ. യെസ്. ഓക്കെ. അപ്പം ബ്രദർ വന്നിട്ട് ബൈക്കിൽ തൻ്റെ മൊബൈൽ കുത്തിയിട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, വീട്ടിൽ കറണ്ടില്ലായിരുന്നു. ഇന്ന് ഞങ്ങളുടെ വീട്ടിലും കറണ്ടില്ലായിരുന്നു. രാവിലെ വീട്ടിൽ കറണ്ടില്ലായിരുന്നു, മൊബൈലിന് ചാർജ് ഒട്ടും ഇല്ല. ഞാനത് ഒന്ന് കുത്തിയിടുക എന്ന് പറഞ്ഞു. മൊബൈലോടെ അദ്ദേഹം കുത്തിയിട്ടു. ഇപ്പോഴും ആ മൊബൈലോടെ കുത്തിയിട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അത് ഫുൾ ചാർജ് ആകും. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരെയും കുത്തിയിട്ടേക്കുക. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഫുൾ ചാർജ് ആകുകയാണ് നമ്മുടെ ലക്ഷ്യം. ഹല്ലേലൂയ. നമുക്കൊക്കെ എന്തിനായി ഉപവാസത്തിൽ നമ്മൾ ഇരിക്കുന്നത്? നമുക്കൊക്കെ 1-2 കട്ട, ചിലപ്പോൾ ചിലർക്ക് കട്ടയേ ഇല്ല, 1-2 ഒക്കെ കട്ട കുറവുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മൊബൈലിനൊരു കട്ട കുറഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യും? ടെൻഷനാണ്. പ്രൈസ് ദി ലോർഡ്. അത് മൊത്തം കട്ട തീർന്നാൽ മൊത്തത്തിൽ ടെൻഷനാണ്. ഇപ്പോൾ ആ ബ്രദർ ആ മൊബൈൽ എടുക്കുമ്പോൾ ഫുൾ ചാർജ് കാണുമ്പോൾ എന്തായാലും ബ്രദർ ഒന്ന് ഹാപ്പി ആവും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ചിലർക്കൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ഉപവാസ പ്രാർത്ഥന വെച്ചത് എൻ്റെ അർത്ഥം, ചിലർക്കൊക്കെ 1 കട്ടയും 2 കട്ടയും 3 കട്ടയും, ചിലർക്ക് കട്ടയേ ഇല്ല, കുറവുണ്ട്. അതൊക്കെ ഒന്ന് ഫുൾ ചാർജ് ആകാനും വേണ്ടി നമ്മൾ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് കുത്തിയിട്ടേക്കുക. ചിലരൊക്കെ ഫുൾ ചാർജ് ആയിട്ടുണ്ട്, ചിലരൊക്കെ ആയി വരുന്നതേ ഉള്ളൂ, ചിലരൊക്കെ അങ്ങനെ തന്നെ നിൽക്കുക. എന്തായാലും ഈ ഉപവാസ പ്രാർത്ഥന ഇവിടെ തീരുമ്പോൾ എല്ലാവരും ഫുൾ ചാർജായിട്ട് മാറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇവിടെ നിൽക്കുമ്പം എനിക്ക് മെസ്സേജ് ഞാൻ ഇപ്പോഴും നമ്മൾ തീരുമാനമായിട്ടില്ല. മെസ്സേജിൻ്റെ ഇടയ്ക്കൽ പറയാനുള്ള ചില കാര്യങ്ങൾ നോട്ട്സ് ചെയ്തിട്ടുണ്ട്. അതും പറയേണ്ടി വരുവാണെങ്കിൽ പറയത്തുള്ളൂ. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഞാൻ അതിനു വേണ്ടി പ്രത്യേകിച്ച് മെസ്സേജ് പ്രിപ്പയർ ചെയ്യുന്നില്ല. ഞാൻ അവിടെ കയറി നിന്നതിന് ശേഷം മാത്രമേ മെസ്സേജിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെയും നാളത്തെയും മെസ്സേജ് അങ്ങനെയായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. എന്തായാലും കർത്താവിൻ്റെ വരവിൽ നമ്മളൊന്ന് ഒരുക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിൽ നമ്മളൊന്ന് ഒരുക്കപ്പെടുകയാണ് മെയിനായിട്ടും നമ്മുടെ ഉദ്ദേശം. ഹല്ലേലൂയ. നമ്മളൊന്ന് ഒരുങ്ങുകയാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട് നമ്മൾ ഒരുങ്ങുകയാണെന്ന്? ഹല്ലേലൂയ. നമ്മളൊന്ന് ഒരുങ്ങുകയാണ്. ഹല്ലേലൂയ. നമ്മളെ തന്നെ എന്ത് ചെയ്യാം? ഒന്ന് ഒരുക്കാനായിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഒരു വാക്യം നമുക്ക് വായിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ അങ്ങോട്ട് മുമ്പോട്ട് പോകാം. ആ വാക്യം വായിച്ചാലേ നിങ്ങൾക്ക് വചന ശുശ്രൂഷ ആരംഭിച്ചെന്ന് നിങ്ങൾക്ക് തോന്നത്തുള്ളൂ. കുറേ കഴിഞ്ഞ് വചനം വായിച്ചാൽ നിങ്ങൾ തോന്നുമ്പോൾ ഇതുവരെ ശുശ്രൂഷ തുടങ്ങിയില്ല. നോ, നമ്മുടെ ശുശ്രൂഷ, വചന ശുശ്രൂഷ ഇവിടെ പ്രാർത്ഥിച്ച് പാസ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ വചന ശുശ്രൂഷ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഞാൻ ചില കാര്യങ്ങൾ പറയണമെന്ന് ഉദ്ദേശിച്ചതിൻ്റെ ഒരു അറ്റസ്റ്റേഷൻ പാസ്റ്റർ ഇപ്പോൾ ഇവിടെ നിന്നപ്പോൾ എനിക്ക് കിട്ടി. അതിനായി സ്തോത്രം. എനിക്കങ്ങനെ ആണ്. ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ ഇന്നത് പറയണം, അല്ല ഇന്നത് പറയണം, ഇങ്ങനെ പറയുമ്പം വർഷിപ്പ് ചെയ്യുന്ന ആളോ അവിടെ എടുക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന ആളോ ആരെങ്കിലും അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വീഴും. അതെനിക്കൊരു അറ്റസ്റ്റേഷനാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കേൾക്കാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അപ്പോൾ ഒരു വാക്യം റോമർക്ക് എഴുതിയ ലേഖനം 13:11 എടുത്താട്ട്. റോമർ 13:11 പറഞ്ഞത്. യെസ്. ഇത് ചെയ്യേണ്ടതിന് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയായികയാൽ തന്നെ. അടുത്തതാണ് നമ്മൾക്ക് ഉള്ള ദൂത്. അടുത്ത വാക്യമാണ് നമുക്കുള്ള ദൂത്. ഇന്നത്തെ ദൂത് അതാണ്. യെസ്.
വെരി ഗുഡ്. ഹല്ലേലൂയ. ഒത്തിരി എനിക്ക് ആ വാക്യം വായിച്ചപ്പോൾ വല്ലതും തോന്നുന്നുണ്ടോ? ആ വാക്യം വായിച്ചപ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആ വാക്യം കേട്ടപ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു ഫീല്. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അധികം അടുത്തിരിക്കുന്നു നമുക്ക്. ഹല്ലേലൂയ. അഥവാ ഇന്ന് ഈ മീറ്റിംഗ് 7 മണിക്കാണ് കൃത്യം ഇവിടെ ആരംഭിച്ചത്. ആ 7 മണി തൊട്ട് ഇന്നിപ്പോൾ 8 മണി ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ആ 8 മണി കഴിഞ്ഞപ്പോൾ നമ്മളുടെ കർത്താവിൻ്റെ വരവിനോട് നമ്മൾ കൂടുതൽ അടുത്തു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രക്ഷ നാം വിശ്വസിച്ച്, എന്നാ നമ്മൾ വിശ്വസിച്ച്, എത്ര വർഷം മുമ്പാണ് നമ്മൾ വിശ്വസിച്ചത്? ആ വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ രക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? രക്ഷിക്കപ്പെടുക എന്നാണോ? അല്ല. രക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ വരവാണ്. കർത്താവിൻ്റെ വരവിലാണ് നമ്മൾ ശരിക്കും രക്ഷിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടു എന്ന് തീർത്ത് പറയുകയാണെങ്കിൽ കർത്താവ് വരണം. ആ ശരീരം വിട്ടൂടെ നമ്മളൊന്ന് മാറിയാലേ രക്ഷ പൂർണ്ണമാകുന്നുള്ളൂ. അപ്പോൾ കർത്താവിൻ്റെ വരവ് അധികം അടുത്തു. പ്രൈസ് ദി ലോർഡ്. നമ്മളെ തന്നെ ഒരുക്കുക. നമ്മളിലെ പ്രയാസങ്ങൾ, നമ്മളിലെ മറ്റെല്ലാം ഒന്ന് ഒരുക്കി, നമ്മളെ തന്നെ ഒന്ന് ഒരുക്കി റെഡി. അപ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുന്നതും കൂടെ ആയിരിക്കണം ഈ ഉപവാസ പ്രാർത്ഥന. അമേരിക്കയിൽ ഒരു വില്യം ലീ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണോ, അദ്ദേഹം ആരെന്ന് എനിക്ക് ഓർമ്മയില്ല, സുവിശേഷകനൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ, ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഡോണ്ട് ഫൈൽ ഇറ്റ്, ത്രോ ഇറ്റ് എവേ. ഡോണ്ട് ഫൈൽ ഇറ്റ്, ത്രോ ഇറ്റ് എവേ. എൻ്റെ മലയാളം എന്താ? അത് സ്വീകരിക്കരുത്, അത് ദൂരേക്ക് വലിച്ചെറിയുക. അത് സ്വീകരിക്കരുത്, നിങ്ങൾ എടുക്കരുത്, ദൂരേക്ക് വലിച്ചെറിയുക എന്നതാണ് അതിൻ്റെ. ഡോണ്ട് ഫൈൽ ഇറ്റ്, ത്രോ ഇറ്റ് അവേ. സംഭവം ഇതാണ്. അദ്ദേഹത്തിന് ഒരു ബോധ്യം വന്നു. അദ്ദേഹം ഒരു പഠനം നടത്തി, ഒരു സർവേ നടത്തിയത് പ്രകാരം, അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലൊക്കെ നടത്തിയത് പ്രകാരം, ആ സർവേയുടെ കണ്ടെത്തൽ ഇങ്ങനെയാണ്: നമ്മുടെ ഭവനങ്ങളിലുള്ള സാധാരണ വസ്തുക്കളുണ്ട്. അതിൽ 40% സാധനങ്ങളും, നമ്മളുടെ ഭവനത്തിനകത്തിരിക്കുന്ന 40% സാധനങ്ങളും നമ്മൾക്ക് ആവശ്യമുള്ളവയല്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആവശ്യമുള്ളവയല്ല. നമുക്കറിയാം, പ്രത്യേകിച്ച് മലയാളി, ഇപ്പോൾ ടൂത്ത് പേസ്റ്റിൻ്റെ അത് തീർന്നാൽ നമ്മളത് കളയത്തില്ല, എവിടെയെങ്കിലും മാറ്റി വെക്കും. ചപ്പൽ നമ്മൾ ചെരുപ്പിട്ട് അതിന് ഓട്ട വീണാലും വള്ളി പൊട്ടിയാലും അത് കളയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പുട്ടുകുറ്റി ചളുങ്ങിയാലും അത് കളയത്തില്ല. ചട്ടി പൊട്ടിയാലും അത് കളയത്തില്ല. മനസ്സിലാകുന്നു? ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കുക? വരയ്ക്കാത്ത ആ തുണി നമ്മൾ എന്തുമാത്രമാണെന്ന് പറഞ്ഞാലും തലയണയുടെ കവർ മാറത്തില്ല. ചിലർക്കാണ് ആ ബെഡ്ഷീറ്റാണ്, ആ മണമുള്ള ബെഡ്ഷീറ്റ് തന്നെ പുതച്ചാലേ ശരിയാകത്തുള്ളൂ. അതൊന്നും കളയാനുള്ളത് കളയത്തില്ല. പ്രൈസ്. അതൊക്കെ വീട്ടിൽ തന്നെ എന്ത് ചെയ്തിരിക്കുക? കൂട്ടി വെച്ചിരിക്കുക. ഇതൊക്കെ ഒന്ന് എടുത്ത് കളയുകയാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഈ വീട്ടിലുള്ള നമുക്ക് ആവശ്യമില്ലാത്ത 40% സാധനങ്ങളുണ്ടെന്ന് പറയുന്നത്, ഇതെല്ലാം നമ്മളൊന്ന് എടുത്തൊന്ന് ദൂരെ കളയുകയാണെങ്കിൽ കുറേ സ്പേസ് കിട്ടും, കുറേ വെളിച്ചം കിട്ടും, കുറേ അണുബാധയെല്ലാം മാറിക്കിട്ടും. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇതുപോലെ മറ്റുള്ളവരോടുള്ള വിദ്വേഷവും വെറുപ്പും കയ്പും ഒക്കെ കൊണ്ട് മനസ്സിനകത്ത് കൊണ്ട് നടന്ന്, വിരോധമൊക്കെ കൊണ്ട് നടന്ന്, പ്രൈസ് ദി ലോർഡ്, നമ്മളിൽ തന്നെ ദ്രവത്വം കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. ഇന്ന് അതൊക്കെ ഒന്ന് ത്രോ ഇറ്റ് അവേ, അതൊക്കെ ഒന്ന് ദൂരേക്ക് വലിച്ചെറിയാൻ. ഡോണ്ട് ഫൈൽ ഇറ്റ്. മറ്റുള്ളവരോടുള്ള വെറുപ്പ്, മറ്റുള്ളവരോടുള്ള വിദ്വേഷം, മറ്റുള്ളവരോടുള്ള കയ്പ്, ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, അകത്തോട്ട് സ്വീകരിക്കരുത്. ഡോണ്ട് ഫൈൽ ഇറ്റ്, ത്രോ ഇറ്റ് അവേ. ഇന്ന് എന്തെങ്കിലും ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ മറന്നു പോകരുത്, ആരോടെങ്കിലും എന്തെങ്കിലും വെറുപ്പോ വിദ്വേഷമോ കയ്പോ ഉണ്ടെങ്കിൽ എടുത്ത് ത്രോ ഇറ്റ് അവേ, ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ഇന്നൊന്ന് ഫ്രീ ആയി, വെളിച്ചമുള്ളവരായി, അഭിഷേകപൂർണരായി ഇന്ന് പകലൊന്ന്, ഇന്ന് രാത്രി ഒന്ന് തീരുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഡോണ്ട് ഫൈൽ ഇറ്റ്, ത്രോ ഇറ്റ് അവേ. ഹല്ലേലൂയ. ദൂരേക്ക് വലിച്ചെറിയുക. ആവശ്യമില്ലാത്ത ഒന്നും പിടിച്ചു വെക്കരുത്. നമ്മൾ മറ്റുള്ളവരോട് വെറുപ്പും വിദ്വേഷമൊക്കെ പിടിച്ചു വെച്ച് നമുക്ക് എന്ത് സമ്പാദിക്കാനാ? ഹല്ലേലൂയ. അപ്പോൾ റോമാലേഖനം നമ്മൾ വായിച്ചു എന്നത് പറയുകയാണ്, നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ അടുത്തിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താ? സമയത്തെ അറിയുകയാൽ തന്നെ. എഫീഷ്യർ 5:14 വായിക്കാം. അതിനോട് ചേർന്ന് എഫീഷ്യർ 5:14. നമ്മളെല്ലാവരും ഒരു ഉറക്കത്തിലാണ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മതി. അതുകൊണ്ട് ഉറങ്ങുന്നവനെ, ഞാൻ നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെക്കുറിച്ചാണെന്നങ്ങ് കൂട്ടിക്കോളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്യുക? എഴുന്നേൽക്കുക. എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഉറങ്ങുന്നവനെ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ഒരവസ്ഥ നമുക്ക് ആത്മീയമായിട്ട് നിങ്ങളങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാനങ്ങനെ പൊതുവെ ഈ പഠിപ്പിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പൊതുവെ നമ്മൾ പറയത്തില്ലേ, ഞാനിപ്പോൾ ഒരു ഓട്ടോമൊബൈൽ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഓട്ടോമൊബൈൽ മേഖല മുഴുവൻ നമ്മൾ എന്ത് ചെയ്യും?
നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എറണാകുളത്ത് ആണ് ഞാനിപ്പോൾ. എറണാകുളത്ത് എത്ര വർക്ക്ഷോപ്പ് ഉണ്ട്, അതിലെത്ര പ്രീമിയമെൻ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ലേബേഴ്സിൻ്റെ പിന്നെ സ്ട്രെങ്ത് എത്ര, അവരുടെ പർച്ചേസിങ് സിസ്റ്റം എങ്ങനെ, ഇതെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ആത്മീയത്തിലാണെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇന്ന് ലോക മനുഷ്യർ രക്ഷിക്കപ്പെടാത്ത ലോക മനുഷ്യർ ഉണർന്നാലും ഇന്ന് വിശ്വാസി ഉണരാത്ത ഒരവസ്ഥ ഇന്നുണ്ട്. ഹല്ലേലൂയ. അഥവാ ലോകത്തിൽ ലോക മനുഷ്യർ മരിച്ചവരാ. ആ മരിച്ചവരുടെ ഇടയിൽ രക്ഷിക്കപ്പെട്ടവൻ ഉറങ്ങിക്കിടക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ലോക മനുഷ്യൻ ഉണർന്നാലും ഇന്ന് രക്ഷിക്കപ്പെട്ടവൻ ഇന്ന് ഉണരാത്ത ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഇതെൻ്റെ അഭിപ്രായം മാത്രമാണോ? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഓടി നടന്ന് ശുശ്രൂഷിക്കുന്ന ഒരാളാണ്. ഓരോ അടുത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ ഇഷ്യൂസൊക്കെ പാസ്റ്റേഴ്സ് ഷെയർ ചെയ്യുമ്പോഴും അവിടെ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ എന്നോട് പാസ്റ്റർ ഒന്ന് സംസാരിക്കുമോ എന്ന് പറഞ്ഞ് ആ വിഷയത്തിലൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ എന്തൊക്കെ വിഷയങ്ങളിലാണ് നമ്മൾ ഇടപെട്ട് കിടക്കുന്നത്. ഓരോരുത്തരൊക്കെ ഇന്ന് ഉറങ്ങിക്കിടക്കുക. ഇന്നത്തെ ഈ ദൂത്, ഇന്ന് രാത്രി നമ്മൾ കേൾക്കുന്ന ദൂതിൻ്റെ സാരാംശം ഇതാ. ഇന്ന് ആത്മീയമായി നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണ്. ഇന്ന് രാത്രി ഈ ദൈവവചനം നമ്മളെ ഉണർത്തുന്നതായി മാറട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടട്ടെ. ഇന്ന് രാത്രി നമ്മൾ ഉണരുന്നതായി മാറട്ടെ. ഇന്ന് രാത്രി ഒന്ന് ഉണരട്ടെ. ഹല്ലേലൂയ. ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. സമയം അടുത്തിരിക്കുന്നു. രക്ഷ ഇപ്പോൾ അധികം അടുത്തിരിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. ഹല്ലേലൂയ. ഇന്ന് കർത്താവിൻ്റെ ദാസൻ എൻ്റെ അസുഖത്തെ പറ്റിയൊക്കെ പറഞ്ഞു. ഹല്ലേലൂയ. ഒരു 2 വചനം എൻ്റെ അടുക്കൽ ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങി കളിക്കുന്നുണ്ട് 6 മാസമായിട്ട്. ഞാൻ നേരത്തെ ഇന്ന് സ്ഥാപനത്തിൽ നിന്ന് പെട്ടെന്ന് റിസൈൻ ചെയ്യേണ്ടി വന്നു. കാരണം വളരെ ബുദ്ധിമുട്ട്. നിൽക്കാൻ മേലെ. ഓണർക്ക് അവിടെ വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല. അദ്ദേഹം ശ്രദ്ധിക്കത്തില്ലേ. സ്റ്റാഫിൻ്റെ കാര്യങ്ങളും പർച്ചേസും എല്ലാം ഞാൻ തന്നെ ശ്രദ്ധിക്കണം. വളരെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്നു. ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് അടുത്തൊരു സ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് ആ സ്ഥാപനം തന്നപ്പോൾ ഒരു വലിയ സ്ഥാപനം. ഹല്ലേലൂയ. കിട്ടിയപ്പോൾ നമ്മൾ ഞെട്ടിക്കുക. കർത്താവ് അങ്ങനെ നമ്മളെ ഞെട്ടിച്ച് കളയും. ഇന്ന് രാത്രിയും ചിലരൊക്കെ ഞെട്ടിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ചില വിടുതലൊക്കെ തന്ന് കർത്താവ് ഞെട്ടിക്കും നിങ്ങളെ. ഹല്ലേലൂയ. ഒരു ജോലി കിട്ടിയപ്പോൾ അത് നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് അവിടെ 10-60 സ്റ്റാഫുണ്ട്. 4 ബ്രാഞ്ചുണ്ട്. ഇവരുടെ എല്ലാം നമ്മൾക്ക് HR മാനേജറായിട്ടാണ് എല്ലാ സ്റ്റാഫിനെ മാനേജ് ചെയ്യണം. 100-200 സ്റ്റാഫ് മൊത്തം വരും. ഹല്ലേലൂയ. കിട്ടിയപ്പോൾ വലിയ ജോലിയാണ്. അപ്പോൾ എനിക്ക് അവിടെ ചെന്ന് ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല സാറേ എന്ന് പറഞ്ഞിട്ട് വരാം. അപ്പോൾ മൺഡേ ആണ് പോകേണ്ടത്. ഇടയ്ക്കൊരു സൺഡേ ഉണ്ട്. അങ്ങനെ ഇരിക്കെ ചെയ്ത് പോണോ വേണ്ടയോ, ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം അന്ന് എനിക്ക് ആ ഞായറാഴ്ച എന്നെ പ്രസംഗിക്കാൻ ആരും വിളിച്ചില്ല. എങ്ങും പോയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എവിടെയെങ്കിലും ആരാധനയ്ക്ക് പോകണം. അപ്പോൾ അങ്ങനെ ഇരിക്കെ ചെയ്ത് ഞാൻ ഇടപ്പള്ളിയിൽ ലുലു മാളിൽ എന്തോ ആവശ്യത്തിന് പോയി. ആരോണ്ട് എന്നെ വിളിച്ച് കാണാൻ ചെന്ന് പോയത്. തിരിച്ചിറങ്ങി വന്നപ്പോൾ ലുലു മാൾ അവിടുത്തെ മെട്രോയുടെ പാർക്കിങ്ങിൽ ഒരു പോസ്റ്റർ കണ്ടു, രഹോബോത്ത് മിനിസ്ട്രീസ്. അപ്പോൾ ഞാൻ ചേട്ടൻ ആ മിനിസ്ട്രീസിൻ്റെ ഫോൺ നമ്പർ എടുത്തിട്ട് ആ ഫോണിൽ വിളിച്ചു. നിങ്ങൾക്ക് സഭാരാധനയുണ്ടോ? ഉണ്ട്. എവിടെയാണ് നടക്കുന്നത്? ഇടപ്പള്ളി തന്നെ, ഇടപ്പള്ളി ചർച്ചിൻ്റെ ഓപ്പോസിറ്റ് ഹാളിലാണെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അവിടെ ചെല്ലാൻ നിൽക്കണം. ഞാൻ തീരുമാനിച്ചു, എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ വെറുമ്പാക്കൊന്നും പറയത്തില്ല കേട്ടോ. നിങ്ങൾക്കുള്ള ദൂതാണ് പറയുന്നത് എൻ്റെ അനുഭവം, അതിൽ നിങ്ങൾക്കുള്ള ദൂതാണ്. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, എന്നെ പരിചയമില്ലാത്തൊരു സഭയിൽ പോകണം. അവിടുത്തെ ദൈവദാസനിലൂടെ എനിക്ക് എന്ത് ചെയ്യണം? ദൂത് എന്നോടുള്ള ദൂത് എനിക്ക് കേൾക്കണം. എനിക്ക് എന്നിട്ട് വേണം ഈ ജോലി എടുക്കണോ വേണ്ട എന്ന് തീരുമാനിക്കാൻ. അങ്ങനെ ഞാൻ ഈ ദേവദാസനെ വിളിച്ചു. എനിക്ക് വഴി പറഞ്ഞു. ഞാൻ പാസ്റ്ററാണെന്നൊന്നും പറഞ്ഞില്ല. ഓക്കെ, ഞാൻ ചെന്നു. വഴിയൊക്കെ പറഞ്ഞു തന്നു. ഞാൻ അവിടെ ചെന്നു. ശ്രദ്ധിക്കണം, അന്ന് അവിടെ ഒരു രഘുബോത്ത് മിനിസ്ട്രീസ് എന്ന് പറഞ്ഞ് എനിക്ക് തിരുവല്ലായിലുണ്ടെന്ന് അവരുടെ ചർച്ച്. അവിടെ അതായത് ടൈറ്റസോ അതുകൊണ്ട് പാസ്റ്ററാന്ന് തോന്നുന്നു. വന്ന ഒരു കൺവെൻഷൻ പോലെ മീറ്റിംഗ് നടത്തിയിട്ട് ഒരു ചർച്ച് പോലെ അവർ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് മീറ്റിംഗാണ് ഞാൻ ഈ വിളിക്കുന്നത്. ഞാൻ അവിടെ ചെന്നു ആരാധനയിൽ കൂടി 7 ഞാനോടക്കം, പാസ്റ്ററും ഭാര്യ അടക്കം, ഞാനും അടക്കം 7 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് മീറ്റിംഗ് അല്ലേ. ഓക്കെ, അദ്ദേഹം ശുശ്രൂഷിക്കുന്ന ദേവദാസൻ ഒരു സാധാരണ ഒരു പാവം ദേവദാസൻ. അദ്ദേഹം തന്നെത്താൻ കീബോർഡ് വായിച്ച്, തന്നെത്താൻ വർഷിപ്പ് ചെയ്ത്, തന്നെത്താൻ മെസ്സേജ്, ആരുമില്ല ശുശ്രൂഷിക്കാൻ. പാവം ദേവദാസൻ, ബിജു എന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പേരും. ഹല്ലേലൂയ. ഒരു പാവം ദേവദാസൻ. അദ്ദേഹം അവിടെ ശുശ്രൂഷിച്ച് പറഞ്ഞു. ആ ശുശ്രൂഷയ്ക്കിടയിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നീ ഒറ്റയ്ക്കല്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു വചനം കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. 6 മാസമായിട്ടൊരു വചനം. ഞാൻ പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ട് 6 മാസം ആയതുള്ളൂ. നവംബർ 1-ാം തീയതി തൊട്ടാണ് ഞാൻ ജോലിക്ക് കയറിയത്. നീ ഒറ്റയ്ക്കല്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു.
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് നീ ഒറ്റയ്ക്കല്ല എന്ന വാക്ക് അദ്ദേഹം ഒന്ന് പറഞ്ഞതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വചനത്തിൽ പറയാണ്, അദ്ദേഹം വചനം ചേർത്ത് പറയാണ്, എൻ്റെ കൃപ നിനക്ക് മതി, നിൻ്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി തികഞ്ഞു വരും. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് അത്രയും മതി. വേറൊരു അത്ഭുതം പറയട്ടെ, ആ ഒറ്റ സഭാരാധന കൊണ്ട് ആ സഭ നിന്നുപോയി. മനസ്സിലായി? കാരണം അവിടെ വന്നുകൊണ്ടിരുന്ന രണ്ടുപേര് മെയിൻ ആരാണ്ട് ഈ പാസ്റ്ററെ സപ്പോർട്ട് ചെയ്ത ആൾ പിന്നെ പിറ്റേ ആഴ്ച വരാതെ, എന്തായാലും പിറ്റേ ആഴ്ച തൊട്ട് ആ സഭാരാധന അവിടെ നടന്നിട്ടില്ല. ദേവദാസൻ ഇപ്പോൾ ട്രിവാൻഡ്രത്തെ വൈഫ് നമ്പർ എന്തെങ്കിലുണ്ട്, വൈഫ് പ്രസവിച്ചു, ട്രിവാൻഡ്രത്തൊക്കെ ശുശ്രൂഷയിലൊക്കെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, എനിക്ക് വേണ്ടി മാത്രം ഒരു സഭ സ്റ്റാർട്ട് ചെയ്തു ഒരു ഞായറാഴ്ച. എനിക്ക് വേണ്ടി മാത്രം ഒരു സഭ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഇടപ്പള്ളിയിൽ നിന്ന് ഒന്നുമില്ലാതെ കണ്ട് ഏതാണ്ട് ലുലുമാളിൽ ഇറങ്ങിയിട്ട് തിരിച്ച് നേരെ ഞാൻ ലുലുമാളിൽ ഒക്കെ അവിടെയൊക്കെ ഞങ്ങൾ കയറാൻ ഞങ്ങൾക്ക് ഷോർട്ട് കട്ട് ഉണ്ട്. ലുലുമാളിൽ സെക്കൻഡ് ഫ്ലോറിൽ പോകണമെങ്കിൽ ഇതുവഴി മെട്രോയുടെ ഇപ്പുറത്ത് കൊണ്ട് വണ്ടി വെച്ചിട്ട് മെട്രോയുടെ ഇതുവഴി കയറി നേരെ ലുലുമാളിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ ചെല്ലും. അങ്ങനെ ഷോർട്ട് കട്ടൊക്കെയാണ് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവിടെയാ ഞാൻ മെട്രോയുടെ പാർക്കിങ്ങിൻ്റെ പില്ലറിൽ കണ്ട നമ്പർ വെച്ച് വിളിച്ചതാണ്. പിന്നീട് ആ ചർച്ച അവിടെ നടന്നിട്ടില്ല. അത് ഞാൻ പിന്നീട് അവിടെ പോയിട്ടുമില്ല. ഞാൻ വിളിച്ച് ദേവദാസനെ ഒരു ദിവസം വിളിച്ച് ഈ സാക്ഷ്യം പറയാൻ വേണ്ടി വിളിച്ചപ്പം അന്ന് പറഞ്ഞു, അന്ന് ഒറ്റ ദിവസമേ ഉള്ളായിരുന്നു മീറ്റിംഗ്. ബ്രദർ പാസ്റ്ററെ മീറ്റിംഗ് നിന്ന് പോയി, അത് വേറെ ആരും സഹകരിച്ചില്ല. ഞാൻ അത് പിറ്റേ ആഴ്ച ചെന്നപ്പോൾ ദേവദാസൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ലായിരുന്നു. അങ്ങനെ ആ മീറ്റിംഗ് നിന്നുപോയി. ഞാൻ ഓർക്കുക, എനിക്ക് വേണ്ടി മാത്രം ഒരു സഭ സ്റ്റാർട്ട് ചെയ്ത് അവിടുത്തെ ആ ദേവദാസനോട് എന്നെക്കുറിച്ച് ഒന്നും അറിയാൻ മേലാത്ത ആളിലൂടെ എന്നോട് പറയുക, എൻ്റെ കൃപ നിനക്ക് മതി, നിൻ്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി തികഞ്ഞു വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പറയാം, നീ ഒറ്റയ്ക്കല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇറങ്ങി വന്നിട്ട് നേരെ ഞായറാഴ്ച തന്നെ ഇറങ്ങി വന്നിട്ട് ഞങ്ങൾ അവിടെ 4 പാർട്ട്നേഴ്സാണ് ഞങ്ങളുടെ സ്ഥാപനം. ഞാനുമായിട്ട് കോൺടാക്റ്റുള്ള ആളിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഐ എം റെഡി, ഞാൻ ജോയിൻ ചെയ്യാം. അങ്ങനെ നവംബർ 1-ാം തീയതി തൊട്ട് ഞാൻ ജോയിൻ ചെയ്തു. എൻ്റെ മാനേജറുടെ ക്യാബിനിൽ ഞാൻ എഴുതി ഈ വാക്യം വെച്ചിട്ടുണ്ട്, നീ ഒറ്റയ്ക്കല്ല, എൻ്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ, കർത്താവ് അത്ഭുതകരമായി നടത്തുന്നു. ഇതുപോലെ എനിക്ക് ഏപ്രിൽ 1-ാം തീയതി എനിക്കിതുപോലെ ഒരു സ്ട്രോക്ക് വന്നു. ഞാൻ ഡ്യൂട്ടി ടൈമിലൊക്കെ ഉച്ച കഴിഞ്ഞ് ഫുഡ് കഴിഞ്ഞ് വന്നിട്ട് ഡ്യൂട്ടി ടൈമിലൊക്കെ ഞാൻ ഈ കാലൊക്കെ ഇങ്ങനെ അങ്ങ് പോകുന്നു. ഏതാണ്ട് ഒരു സൈഡിൽ പഞ്ചറായ വണ്ടി പോകുന്ന പോലെ ഇങ്ങനെ ഇരിക്കുക. ഞാൻ ശ്രദ്ധിച്ചില്ല, വേദനയൊന്നുമില്ല. 2-ാമത്തെ ദിവസം ഒരു 11 മണിയായപ്പോൾ ഇത് നന്നായിട്ട് കൂടി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഭവം വേറെയാണ്. ഞാൻ അന്നേരം തന്നെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ബൈക്ക് ഓടിക്കാൻ പറ്റത്തില്ല, അപ്പോഴത്തേക്ക് ഏകദേശമായി. ഞാൻ ബൈക്ക് എടുത്തുകൊണ്ട് ആസ്റ്റർ മെഡിസിറ്റി പോയി. പ്രൈസ് ദി ലോർഡ്. അന്നേരം ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ഹന്ന എന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞു, സ്ട്രോക്ക് തന്നെയാണ്, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടുന്ന് വണ്ടി വിട്ട് നേരെ വന്ന് കാറെടുത്ത് വേറെ ഹോസ്പിറ്റലിലൊക്കെ പോയി, എങ്കിലും എനിക്ക് മനസ്സിലായി സ്ട്രോക്ക് ആണെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. എൻ്റെ ടെസ്റ്റിമണി ഞാൻ നാളെ പറയാം, വിശദമായിട്ട് നാളത്തെ സഭാരാധനയ്ക്ക് പറയാം. എന്നാൽ ഇന്ന് ഞാനിവിടെ ഏപ്രിൽ 27-ാം തീയതി ഞായറാഴ്ച സഭാരാധനയ്ക്ക് ഞാനിവിടെ വന്ന് ശുശ്രൂഷിക്കേണ്ടതാണ്. പാസ്റ്ററിനെ ക്ഷണിച്ചതാണ്, വരേണ്ടതാണ്. എന്നാൽ സ്തോത്രം, അന്ന് എനിക്ക് പറ്റിയില്ല. എന്നാൽ ഇന്നാണ് ഇപ്പോൾ വന്നത്. എന്നാൽ കർത്താവ് എന്നെ അത്ഭുതകരം. ഏപ്രിൽ 1-ാം തീയതി വന്ന സ്ട്രോക്ക്, ഞാൻ ആ ഒരു മാസം ജോലിക്ക് പോയില്ല. മെയ് 2-ാം തീയതി ഞാൻ വീണ്ടും റീജോയിൻ ചെയ്തു. ഹല്ലേലൂയ, എൻ്റെ കർത്താവ് അത്ഭുതം. എന്നെ ഫിസിയോതെറാപ്പി ചെയ്ത ആൾ പോലും ഞെട്ടിപ്പോയി. ഹല്ലേലൂയ, ഫിസിയോതെറാപ്പി സെൻറ്ററിൽ ഞാൻ പോയ ആ ഫിസിയോതെറാപ്പി ചെയ്യുന്ന ആൾക്കാർ പോലും ഞെട്ടിപ്പോകത്തക്കണം. കർത്താവ് എന്നെ അത്ഭുതകരമായി വിടുവിച്ചു. എനിക്കൊരു കാര്യം ഉറപ്പാണ്, അന്നേരവും കർത്താവ് എനിക്ക് ഈ വചനമാണ് തന്നത്, നിന്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി തികഞ്ഞു വരുന്നു, എൻ്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ഏതൊക്കെ ബലഹീനതകളുണ്ടെങ്കിലും ഏതൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും ഇന്ന് രാത്രി കർത്താവ് പറയുക, നിന്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി തികഞ്ഞു വരുന്നു, എൻ്റെ കൃപ നിനക്ക് മതി, വേറൊന്നും വേണ്ടാന്നേ. അവൻ്റെ കൃപയുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് കൃപയിലെ എന്താ കൃപയെന്ന് ഞാൻ പറഞ്ഞു തരണോ? ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരണോ? എന്താ കൃപയെന്ന് പറഞ്ഞു തരാം. പത്രോസ് വെള്ളത്തിൽ പോയില്ലേ? ഹലോ, കടലിൽ മുങ്ങിപ്പോയത് അറിയത്തില്ലേ? ഇനി അറിയണ്ട. പത്രോസ് കടലിൽ മുങ്ങിപ്പോയായിരുന്നല്ലോ. കാറ്റിനെ നോക്കിയപ്പോൾ മുങ്ങിപ്പോയെന്നൊക്കെയല്ലേ ഞങ്ങൾ പ്രസംഗിച്ചേ. എന്നാൽ കാറ്റോ കടലോ അവിടെ നിൽക്കട്ടെ, പത്രോസ് മുങ്ങിപ്പോയി കടലിൻ്റെ ആഴത്തിൽ പോയപ്പോൾ ആ കടലിൻ്റെ ആഴത്തിലേക്ക് നീണ്ടു വന്ന ഒരു കരമുണ്ട്. ആ കൃപയുടെ കരമ, അതാണ് കൃപ. ഹല്ലേലൂയ. ആ ആഴത്തിൽ നിന്ന്, ആ കടലിൻ്റെ ആഴത്തിൽ നിന്ന് പത്രോസിനെ പൊക്കി എടുത്തതിൻ്റെ പേരാ കൃപ. മനസ്സിലായോ? ആ കടലിന്റെ അടിത്തട്ടിൽ നിന്ന് അവിശ്വാസത്താൽ മുങ്ങിപ്പോയ പത്രോസിനെ വരെ ആ കടലിന്റെ ആഴത്തിൽ അടിത്തട്ടിൽ ചെന്ന് പൊക്കി എടുത്തതിന്റെ പേരാ കൃപ. ഹല്ലേലൂയ. ഇന്ന് ആ കൃപയുടെ കരം ഇവിടെ ഉണ്ട്. ഇന്ന് ആ കൃപയുടെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് ആ കൃപ പ്രാപിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ഈ 6 ദിവസം വെറുതെ ജഡത്തിൽ വെച്ചതല്ല. ഈ 6 ദിവസം സ്വന്തം തീരുമാനമല്ല, സ്വർഗം തീരുമാനിച്ച് ഈ 6 ദിവസം നമ്മളിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ 6 ദിവസം കൊണ്ട് ചിലതൊക്കെ ഈ ദേശത്ത്, ഈ സഭയ്ക്കകത്ത്, ഈ
ഈ ദേശങ്ങളിൽ ചിലതൊക്കെ ദൈവത്തിന് ചെയ്തെടുക്കാനുണ്ട്. ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ നിറയ്ക്കുവാൻ, നിങ്ങളെ ശക്തരാക്കുവാൻ എന്റെ കർത്താവ് ഇന്ന് രാത്രി അധികം മതിയായവൻ അത്രേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഏത് നാശത്തിന്റെ അടിത്തട്ടിലാണെങ്കിലും, ഏത് കടലിന്റെ അടിത്തട്ടിലാണ് നീ ഇപ്പൊ കിടക്കുന്നതെങ്കിലും, ഹല്ലേലൂയ, പ്രതികൂലത്തിന്റെ പ്രതിസന്ധിയുടെ ഏത് അടിത്തട്ടിലാണ് ഇന്ന് രാത്രി നീ കിടക്കുന്നതെങ്കിലും അവിടേക്ക് നിന്നെ നീണ്ടുവരുന്ന ഒരു കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. വിശ്വസിച്ചോ, വിശ്വസിച്ചോ, വിശ്വസിച്ചോ. നീ എന്താണ് നീ പ്രാർത്ഥിക്കുന്നത്? ഈ ഉപവാസ പ്രാർത്ഥനയിൽ നീ എന്താ വെച്ച് പ്രാർത്ഥിക്കുന്നത്? ഈ ഉപവാസ പ്രാർത്ഥനയിൽ നീ എന്താ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നത്? എന്താ നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത്? ആ അടിത്തട്ടിൽ, ആ വിഷയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ പൊക്കിയെടുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപയുടെ കരം ഇന്ന് രാത്രി ഈ സഭയിൽ വ്യാപരിക്കുന്നു, ഓരോ വ്യക്തികളിലും വ്യാപരിക്കുന്നു. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി ആ വിടുതൽ നിന്റെ ജീവിതത്തിൽ വരിക. കൃപ പെരുകുകയാ. കൃപമേൽ കൃപ, കൃപമേൽ കൃപ. പ്രൈസ് ദി ലോർഡ്. കൃപമേൽ കൃപ ഇവിടെ വ്യാപരിക്കുക. വിശ്വസിക്കുന്ന ദൈവമക്കളെ, ഏറ്റെടുക്കുമോ? വെറുതെ ഒരു ഉപവാസ പ്രാർത്ഥന നടത്തി, ചുമ്മാതെ വെറുതെ ഒരു ചടങ്ങ് നടത്തി, പാസ്റ്റർ വന്നില്ലേ, പാസ്റ്റർ വല്ലതും പറയുമെന്ന് വിചാരിച്ച് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരണ്ട. ഇതങ്ങനെയുള്ളൊരു ഉപവാസ പ്രാർത്ഥനയല്ല. ഹല്ലേലൂയ. ദൈവം തീരുമാനിച്ചതാ. ഈ സഭയുടെ ലെവല് മാറും. വചനത്തിലേക്ക് വന്നാൽ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഏറ്റവും അടുത്തു. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 9:28 എടുക്കണ്ട, വായിക്കുമ്പോൾ അറിയാവുന്ന വാക്യമായതുകൊണ്ട് എടുക്കണ്ട, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. എബ്രായ ലേഖനം 9:28 പറയണം, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക്. അവിടെ രക്ഷ എന്നാ പറയുന്നത്. വീണ്ടും വരും രക്ഷ. നമ്മുടെ രക്ഷ പൂർത്തീകരിക്കണമെങ്കിൽ കർത്താവ് വരും. കർത്താവ് വരാറായി. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതി. ആ ഭാഗം വേണമെന്ന് എടുക്കുന്നത് നല്ല. 2 തീമോത്തിയോസ് 4 അധ്യായം. ഹല്ലേലൂയ. 2 തീമോത്തിയോസ് 4. എത്രാമത്തെ വാക്യം മോളേത്? 7 അല്ലേ? ഓക്കെ, നല്ല അത് വായിച്ചോ. നമുക്ക് 6 വായിക്കാം. എനിക്ക് നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. വായിച്ചോ. അത് നീതിയുള്ള ന്യായാധിപതിയുടെ കർത്താവ് എനിക്ക് ആ ദിവസത്തിൽ തരും. എനിക്ക് മാത്രമല്ല, പിന്നെ ആർക്കൂടെ ഉണ്ട്? ഹല്ലേലൂയ. അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും. ഹല്ലേലൂയ. നമ്മള് സ്തോത്രം, അന്ത്യത്തിലേക്ക് പോകുമ്പോൾ, കർത്താവിന്റെ വരവിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ പ്രൈസ് ദി ലോർഡ്, അവിടെ നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ അന്ത്യത്തിൽ പറയാൻ പറ്റും, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, ദൈവം എന്നിൽ അർപ്പിച്ച വിശ്വാസം ഞാൻ കാത്തു, ഇനി എനിക്ക് എന്തുണ്ട്? നീതിയുടെ കിരീടം. നല്ല പോർ പൊരുത ആൾക്കാർക്ക് നീതിയുടെ കിരീടം. ആ നീതിയുടെ കിരീടം പ്രാപിക്കുവാനുള്ള ഓട്ടത്തിലാണ് നമ്മൾ. ഹല്ലേലൂയ. അതിന്റെ 6-ാം വാക്യത്തിൽ, ഹല്ലേലൂയ, ഒന്ന് വായിച്ച നമ്മളെ 6-ാം വാക്യത്തിൽ. മതി. ഹല്ലേലൂയ. അവിടെ പറയണം, ഞാനോ ഇപ്പൊ പനിയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണ കാലം. ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാ, ഒരു ദൈവ പൈതലിനോട് ദൈവം പറയും നീ എപ്പം മരിക്കുമെന്ന്. പൗലോസും ഇങ്ങനെ പത്രോസും ഇങ്ങനെ പറഞ്ഞില്ല, എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ. അത് പത്രോസ് എന്നാ പറഞ്ഞു, പൗലോസ് എന്നാ പറഞ്ഞു, എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു. പൗലോസ് പറയാണ്, എൻ്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു. അപ്പം എപ്പം മരിക്കുന്നു പൗലോസിന് അറിയാം. ഞാൻ പറയുന്ന ഒരു വിശ്വാസിക്ക് ദൈവം പറയും നീ എപ്പം മരിക്കുമെന്ന്. നിങ്ങൾ ഇപ്പം മരിക്കുന്ന കാര്യം അല്ലെന്നേ. എല്ലാവരും പേടിച്ചു പോയി. ഹല്ലേലൂയ. ആ ഒരു ഭാഗം പറയും, എനിക്ക് അതിനകത്തൊരു റെഫറൻസ് കിട്ടി, ഞാനത് മാത്രം നോട്ട് ചെയ്ത കാര്യത്തിൽ നിങ്ങളോട് പറയുന്നുള്ളൂ. ഹല്ലേലൂയ. എൻ്റെ നിര്യാണ കാലം അടുത്തു എന്നതിന് 4 മെയിനുള്ള പ്രധാന വ്യാഖ്യാനത്തിൽ 4 വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ നിര്യാണ കാലം അടുത്തു. ചിലർ മരണത്തെ പേടിയാണ്.
പ്രൈസ് ദി ലോർഡ്. മരണത്തെ പേടിയാ ചിലർക്ക്. എന്നാൽ മരണം പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒന്ന് മരണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ശരീരത്തിൽ നിന്നുള്ള വേർപാട് എന്നല്ലേ നമ്മുടെ രക്ഷ പൂർത്തിയാകത്തുള്ളൂ. എൻ്റെ നിര്യാണ കാലം അടുത്തു എന്നതിന് പൗലോസ് 4 വ്യാഖ്യാനങ്ങളുണ്ട് ഇതിനകത്ത്. ഒന്നാമത്തേതാണ് കൂടാരം. കൂടാരം കൂടാരം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, പണ്ട് കൂടാരപ്പണി ഉണ്ടായിരുന്നു അല്ലേ? ഇസ്രായേൽ മക്കൾ കൂടാരം മാറ്റിയടിച്ചു എന്ന് വായിച്ചിട്ടില്ലേ? അവരെന്ത് ചെയ്തു? കൂടാരം മാറ്റിയടിച്ചു. നമ്മൾ ഈ ശരീരത്തിൽ, ഈ കൂടാരമാകുന്ന നമ്മളുടെ ഭൗമിക ശരീരം, ഈ കൂടാരത്തിൽ നമ്മൾ ഞരങ്ങിക്കൊണ്ട് ഇവിടെ ഇരിക്കുക. അപ്പോൾ ഈ കൂടാരം നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് മാറ്റിയടിക്കുക. മനസ്സിലായോ? ഈ കൂടാരം മാറ്റിയടിക്കുക. പ്രൈസ് ലോർഡ്. 1. 2, പ്രൈസ് ലോർഡ്, ലൂസിങ് എ പ്രിസണർ. രണ്ടാമത്തെ എന്താണ്? ലൂസിങ് എ പ്രിസണർ. ഒരു തടവുകാരനെ മോചിപ്പിക്കുക. ഇത്രയും കാലം ഞാൻ ഈ ശരീരത്തിൽ തടവുകാരനായിരുന്നു, ഇന്ന് ഞാൻ ഈ ശരീരത്തിൽ നിന്നും സ്വതന്ത്രനാകുക. ലൂസിങ് എ പ്രിസണർ. ഞാൻ ഈ ശരീരത്തിൽ നിന്നും സ്വതന്ത്രനാകുകയാണ്. ലൂസിങ് എ പ്രിസണർ. ഒരു തടവുകാരനെ മോചിപ്പിക്കുമ്പോൾ അയാൾ സ്വതന്ത്രനാകുക എന്ന് പറഞ്ഞതുപോലെ നാം ഈ ശരീരത്തിൽ തടവുകാരൻ, നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? സ്വതന്ത്രരാകുകയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ അടുത്തൊരു വ്യാഖ്യാനമാണ്, മൂന്നാമത്തെ ഒരു വ്യാഖ്യാനമാണ് പ്രൈസ് ലോർഡ്. ഒരു കപ്പൽ ഒരു തീരം വിട്ട് മറ്റൊരു തീരത്തേക്ക് പോകുന്നതിനൊക്കെ ഈ വാക്ക്, അതായത് എൻ്റെ നിര്യാണ കാലം അടുത്തു എന്ന പൗലോസിൻ്റെ ഈ വാക്കിനെ 4 വ്യാഖ്യാനങ്ങൾ ഇതിൻ്റെ പഠിതാക്കൾ നൽകിയിട്ടുണ്ട്. അതിലൊന്ന് 2 ഞാൻ പറഞ്ഞു. മൂന്നാമത്തേതാണ് ഒരു കപ്പൽ ഈ തീരം വിട്ട്, പ്രൈസ് ലോർഡ്, അതല്ലേ നമ്മൾ പാട്ട് പാടുന്നത്, ശാന്ത തുറമുഖമടുത്തു. പാട്ടൊക്കെ വരുന്നുണ്ട്. ഹല്ലേലൂയ. ശാന്ത തുറമുഖം അടുത്തു എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വേറെ ഒരു തുറമുഖത്തിലാണ്. ഇനി എനിക്ക് ഉള്ള ഒരു ശരിക്കുള്ള തുറമുഖം അവിടെ എന്ത് ചെയ്യുന്നുണ്ടോ? ശാന്ത തുറമുഖം അടുത്തു. ഈ തുറമുഖം വിട്ട് മറ്റൊരു തുറമുഖത്തിലേക്ക് ഞാൻ പോവുകയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതുപോലെ അടുത്തതാണ്, 4-ാമത്തേതാണ് അൺയോക്കിംഗ് ആൻഡ് യോക്ക്. പ്രൈസ് ലോർഡ്. നുകം എന്ത് ചെയ്യുക? നുകത്തിന് കീഴിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? അൺയോക്കിംഗ് ആൻഡ് യോക്ക്. നുകത്തിന് കീഴിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഒരു നുകത്തിന് കീഴിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? പ്രൈസ് ലോർഡ്. നമ്മൾ വിടുവിക്കപ്പെടുക, സ്വതന്ത്രരാകുക. അതുകൊണ്ട് പൗലോസ് പറയേണ്ട നിര്യാണ കാലം അടുത്തു. കാരണം കർത്താവിൻ്റെ വരവ് അടുത്തു. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇന്നത്തെ വചനം ഇതാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ രക്ഷ ഏറ്റവും അടുത്തിരിക്കുന്നു. നമ്മൾ ഇത് ഉണരേണ്ടതിന്, എന്തിനാണ്? ഉണരേണ്ടതിന്, ഉറക്കം വിട്ട് ഉണരേണ്ടതിന് നാഴിക അടുത്തിരിക്കുന്നു. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, 10 കന്യകമാരുടെ ഉപമ വായിക്കുമ്പോൾ മത്തായി സുവിശേഷം 25-1 മുതലാണ് ആ ഭാഗം. എടുക്കണ്ട മോളെ, വായിക്കണ്ട. ഹല്ലേലൂയ. കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. മോളെ കൊണ്ട് വെറുതെ വായിപ്പിച്ച്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ ആ മണവാളൻ്റെ വരവിൻ്റെ ആ ഭാഗം എഴുതിയപ്പോൾ അവിടെ ഒരു ഭാഗം എഴുതിയിട്ടുണ്ട്. മണവാട്ടിമാർ 5 പേര് ബുദ്ധിയുള്ളവർ, 5 പേര് ബുദ്ധിയില്ലാത്തവർ, 5 പേര് വിളക്കെണ്ണ എടുത്തു, 5 പേര് എണ്ണ എടുത്തില്ല എന്ന് വായിച്ചപ്പം ഇവരെല്ലാം എന്ത് ചെയ്തു? കിടന്നുറങ്ങി. 25-5 പറയാണ്, എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. ഇന്ന് മിക്കവാറുമുള്ള ദൈവസഭകളെല്ലാം മയക്കം പിടിച്ചുറങ്ങിയിരിക്കുകയാണ്. ഇത് ഞാൻ പറയാനുള്ള കാരണം, ഞാൻ ഒരുപാടിടങ്ങളിൽ പോകുന്നുണ്ട്. എല്ലായിടത്തും ഞാൻ എല്ലായിടത്തും കാണുന്നത് ഒരു റാൻഡമായിട്ട് കാര്യങ്ങൾ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ഒരു എണ്ണയിട്ട ചക്രം പോലെ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്നാൽ സഭാരാധന നടക്കുന്നു, ഉപവാസ പ്രാർത്ഥന നടക്കുന്നു, ആശീർവാദം പറയുന്നു, ആമീൻ കർത്താവായ യേശുവേ വരണമെന്നേ ഉള്ളൂ ബൈബിളിൽ. നമ്മളന്ന് വേഗം വരണേന്നും പറഞ്ഞ് നമ്മൾ ആശീർവാദം പറഞ്ഞ് നമ്മൾ ആമീൻ കർത്താവായ യേശുവേ വരണേന്നുള്ളൂ. നമ്മളെന്താ പറയുന്നത്? വേഗം വരണേ എന്ന് വെച്ചാൽ പ്രൈസ് ലോർഡ്, വേഗം വരണേന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ തന്നെ വേണം ആശീർവാദം പറയാൻ. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ആവേശം കൊണ്ട് വേഗം വരണേന്ന് കർത്താവ് എന്നൊക്കെ പറഞ്ഞു പോകും. അങ്ങനെ എല്ലായിടത്തും ഒരേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കാര്യങ്ങളൊക്കെ ഒരേപോലെ തന്നെ നടന്നു പോകുന്നുണ്ട്. എന്നാൽ പ്രൈസ് ലോർഡ്, എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചിലർക്ക് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചിലർക്ക് നിങ്ങൾക്കൊരു പേഴ്സണൽ പ്രയർ റിക്വസ്റ്റ് ഉണ്ടാവാം. അതൊക്കെ വിടുതൽ ഉറപ്പാണ്. ഒരു കാര്യം അറിയാം, കർത്താവ് ചെയ്യേണ്ടതെല്ലാം ചെയ്തിരിക്കും. കർത്താവ് ചെയ്യേണ്ടത് ചെയ്തിരിക്കും. ഒറ്റ ചോദ്യം, നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ടോ? നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ടോ?
ഹല്ലേലൂയ. പൗലോസ് ദമസ്കസിന്റെ പടിവാതിലൊക്കെ വീണിട്ട് എല്ലാം കുടഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ട് ചോദിക്കുന്നത്, കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന്. കർത്താവേ നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഒരൊറ്റ ചോദ്യത്തിൽ കർത്താവ് പറഞ്ഞു, അവന് ഞാൻ കാണിച്ചു കൊടുക്കും, എൻ്റെ നാമത്തിന് വേണ്ടി എന്തൊക്കെ കഷ്ടങ്ങൾ അനുഭവിക്കുമെന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. പൗലോസ് ചോദിക്കും, കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ആ ചെയ്യേണ്ടതെല്ലാം പൗലോസിനെ കൊണ്ട് ചെയ്തെടുത്ത് കർത്താവിന് വേണ്ടിയിട്ട് ഓട്ടം തികച്ചു. എന്നിട്ട് തൻ്റെ അടുത്ത്, എനിക്ക് പൗലോസിനെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഹല്ലേലൂയ. പൗലോസിനെ ഞാൻ ഒരുപാട് ക്യാരക്ടർ സ്റ്റഡിയൊക്കെ പഠിപ്പിക്കുന്ന ഒരാളാണ്, എനിക്ക് ഇഷ്ടമാണ്. ഹല്ലേലൂയ. കാരണം ഈ പുതിയ നിയമത്തിൽ നമ്മുടെ ബൈബിളിലെ ലേഖനങ്ങളിൽ പൗലോസ് എഴുതിയ 14 ലേഖനങ്ങളുണ്ട്. അതിനകത്തെല്ലാം വെളിപ്പാടുകൾ പൗലോസിൽ നിന്നാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ വിശ്വാസത്തിലുള്ള നീതീകരണം എന്നുള്ള ആ സബ്ജക്റ്റ് തൊട്ട് സഭ എന്ന മർമ്മം എന്നെല്ലാം പത്രോസിലൂടെ വലിയ വെളിപ്പാടുകളൊന്നും വന്നില്ല. വിഷയങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുള്ളതേ ഉള്ളൂ. എന്നാൽ വെളിപ്പാടുകൾ പൗലോസാണ് പറഞ്ഞത്. ഹല്ലേലൂയ. അതോ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് കൊണ്ടുവന്നിട്ട് അത് തെളിയിക്കാനുള്ള പൗലോസിൻ്റെ തൻ്റെ ഇടമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ. ആ പൗലോസ് കർത്താവിന് വേണ്ടി ഓടി കോടീശൻ കപ്പലിൻ്റെ വ്യൂഹം, റോമൻ പൗരത്വം, കപ്പൽ, ബെന്യാമിൻ ഗോത്രക്കാരൻ, ഹല്ലേലൂയ സ്തോത്രം, ഗമാലിയലിൻ്റെ പാദപീഠത്തിൽ ന്യായപ്രമാണം മുഴുവൻ പഠിച്ചവൻ, പരീശൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, കപ്പലിൻ്റെ വ്യൂഹം, സാധാരണ ഒരാളല്ല, കപ്പലിൻ്റെ ഒരു വ്യൂഹം തന്നെ ഉള്ള ഒരു വലിയ മുതലാളി, വലിയൊരാളാണ് കർത്താവിന് വേണ്ടി ഇറങ്ങിയത്, കർത്താവിന് വേണ്ടി കൂടാരപ്പണി ചെയ്തത്. ഹല്ലേലൂയ സ്തോത്രം. അവൻ പ്രൈസ് ദി ലോർഡ് കർത്താവിന് വേണ്ടി ഇറങ്ങി. അവസാനം അവൻ്റെ ആയുസ് മുഴുവൻ, ജീവിതം മുഴുവൻ കർത്താവിന് വേണ്ടി നൽകിയിട്ട് പൗലോസ് പറയാണ്, എൻ്റെ നിര്യാണകാലം അടുത്തു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി കാത്തിരിക്കുക. ഹല്ലേലൂയ. ഇതുപോലൊക്കെ നമുക്കൊന്ന് പറയാൻ പറ്റുമോ? കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചു. കർത്താവിന് വേണ്ടി നമ്മൾ തിരിച്ചെന്ത് ചെയ്യും? കർത്താവിന് വേണ്ടി തിരിച്ചെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് 10 കന്യകമാർ 5 പേരിൽ 5 പേര് 10 പേരെ നോക്കിയ എല്ലാം സെയിം അല്ലേ? അല്ലേ? ഞാനിവിടെ പറഞ്ഞ് ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഓർക്കുന്നില്ല അല്ലേ? പാസ്റ്റർ നമുക്ക് പാസ്റ്റർക്ക് അങ്ങനെ പറ്റുമെന്ന് തോന്നില്ല. എനിക്ക് ചില മെസ്സേജൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ പറഞ്ഞതിൻ്റെ വീണ്ടും പറയാൻ തോന്നുന്നു, ഇവർ പിടിക്കത്തില്ല. 10 കന്യകമാരെ കുറിച്ച് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് കേട്ടവരൊക്കെ വിട്ടിരിപ്പുണ്ട്. എവിടെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ 10 കന്യകമാർ സെയിം ഒരുപോലെ ഇരിക്കും. കണ്ട 10 പേര് വിളക്ക് പിടിച്ചിട്ടില്ലേ? 10 പേരും പിന്നെ മണവാളിൻ്റെ വരവിന് കാത്തിരുന്നു. ഉറങ്ങിയപ്പോൾ 10 പേരും ഉറങ്ങിയില്ലേ? മണവാളൻ്റെ വരവ് 10 പേരും അറിഞ്ഞില്ലേ? 10 പേരും എണീറ്റില്ലേ? 10 പേരെ എണ്ണ ഒഴിക്കാൻ ശ്രമിച്ചില്ലേ? പക്ഷെ കത്തണമെങ്കിൽ പരിശുദ്ധാത്മാവെന്ന എണ്ണ അകത്തില്ലാത്തവൻ കത്തുകയില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ അകത്തുള്ളവന് മാത്രമേ കത്തിയുള്ളൂ. അവർ മണവാളിൻ്റെ വരവല്ല അവർ പറഞ്ഞു. മണവാളൻ്റെ കൂടെ പോയവർ ഹല്ലേലൂയ ഈ 5 പേരേ ഉള്ളൂ. ആരാ? എണ്ണ അകത്തുള്ളവർ. എണ്ണ വിളക്കിനെ വിലയുള്ളതാക്കി മാറ്റുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ വിലയുള്ളവനാക്കി മാറ്റുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പലരും പാടി ചോദിച്ചുകൊണ്ട് നടക്കും, എണ്ണയുണ്ടോ നിൻവിളക്കിൽ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാ നീതി വസ്ത്രം? വല്ലവരും ഒക്കെ ഒരുങ്ങിയിട്ടുണ്ടോ? വല്ലവരും ഒക്കെ ധരിച്ചിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് നമ്മൾ നടക്കുക. എന്നാൽ എണ്ണയുണ്ടോ എൻ വിളക്കിൽ? ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാ നീതി വസ്ത്രം ഞാൻ ധരിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പാടുന്നതായിരിക്കും. വല്ലവരും ധരിച്ചിട്ടുണ്ടോ, വല്ലവരും എണ്ണ എടുത്തിട്ടുണ്ടോ ചോദിച്ച് നമ്മൾ നടക്കാതെ ആദ്യം നമ്മൾ ഇങ്ങനെ വിരളി കൊണ്ടത്തില്ലേ, നീ ശരിയല്ല, നിന്റെ പോക്ക് ശരിയല്ല, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ് വിരളി ചൂണ്ടുക, നീ ശരിയല്ല. ഇപ്പം ചില പാസ്റ്റർമാർ ഇവിടെ നിന്ന് പ്രസംഗിച്ചാൽ തോന്നുന്നു ഈ പ്രസംഗിക്കുന്ന അത് പൊതുവെ പതേ നിയമം പ്രസംഗിക്കുമ്പോഴാണ് പ്രസംഗിക്കുന്ന പാസ്റ്റർമാരെല്ലാം ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന ആൾ മാത്രം ഭയങ്കര ഡീസൻ്റാണ്, ഭയങ്കര ശുദ്ധനാണ്. ബാക്കി താഴെ ഇരിക്കുന്ന എല്ലാം എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിരളി കൊണ്ടി പ്രസംഗിക്കും. വാസ്തവത്തിൽ ഇങ്ങനെ വിരളി കൊണ്ടുമ്പോൾ നമ്മുടെ നേരെ എത്ര വിരലുണ്ട്? ഒരു വിരൽ നേരെ ചൂണ്ടുമ്പോൾ എത്ര വിരലുണ്ട്? 3 വിരൽ നമ്മുടെ നേരെയുണ്ട്. അപ്പം ഈ വിരൽ എന്താ ബ്രദറെ? നീ ചെയ്തതിനും ഞാൻ ചെയ്തതിനും ദൈവം സാക്ഷി എന്നുള്ളതാണ് ഈ വിരൽ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരാളുടെ നേരെ വിരളി കൊണ്ടുമ്പോൾ നമ്മുടെ നേരെ 3 വിരൽ നിപ്പുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അവിടെ എഴുതി വെച്ചിരിക്കുക 10 കന്യകമാർ അവർ മയക്കം പിടിച്ചുറങ്ങി. ഇന്ന് ഈ സഭ, ഞാൻ ഒരു കാര്യം പറയാം, താമി പ്രയർ സെന്ററിന് ഒരു കാര്യം പറയാം. ഈ ദേശത്ത് സുവിശേഷ പ്രവർത്തനം താമി സഭ നടത്തിയില്ലെങ്കിൽ വേറെ ആരും നടത്താനില്ല. ഈ ദേശത്തിന് വേണ്ടി താമി പ്രയർ സെന്ററിലെ ആൾക്കാർ പ്രാർത്ഥിച്ചില്ലെങ്കിൽ വേറെ ആരും ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനില്ല. ഈ ദേശത്തെ സുവിശേഷീകരണം ഈ സഭ ചെയ്തില്ലെങ്കിൽ വേറെ ആരും ചെയ്യാനില്ല. ഈ
സഭയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം. ആത്മാക്കൾ സഭയ്ക്കകത്ത് കയറണം. നമുക്ക് ഞങ്ങളുടെ സഭയിൽ ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് കാണിക്കാനല്ല. പ്രൈസ് ദി ലോർഡ്. ഒരുപാടുണ്ടെന്ന് കാണിക്കാനല്ല. ആള് വരുന്നതൊക്കെ നമുക്ക് നല്ലതാണ്. എല്ലാവരും സഭയ്ക്കകത്ത് ആൾ കൂടി, പക്ഷെ കർത്താവില്ല, എന്തോ ചെയ്യും? മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് സുവിശേഷം നമ്മൾ മറ്റു സഭക്കാരെ ഏൽപ്പിക്കരുത്, മറ്റുള്ളവരെ ഏൽപ്പിക്കുക. പാസ്റ്ററുടെ മുകളിലോട്ട് മുഴുവൻ അടിച്ചു വെക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രാർത്ഥിച്ചതൊക്കെ കർത്താവ് തന്നോ ഇല്ലയോ? പ്രാർത്ഥിച്ചതിൻ്റെ അപ്പുറത്തും കർത്താവ് തന്നോ ഇല്ലയോ? കൃപയുടെ കരം ആഴത്തിൽ കിടന്നപ്പോൾ പല പ്രാവശ്യം നീണ്ടു വന്നത് അറിഞ്ഞല്ലേ? ആണോ അല്ലയോ? എന്ത് യോഗ്യത ഉണ്ടായിരുന്നു? മത്തായി സുവിശേഷം വായിക്കുമ്പോൾ പിന്നെ രാജാവിൻ്റെ മകൻ്റെ കല്യാണത്തിന് വേണ്ടി വിളിക്കാൻ പറഞ്ഞു. ഞാൻ എടുക്കുന്ന നല്ലൊരു മെസ്സേജ് 22 തൊട്ട് മത്തായി സുവിശേഷം 22 പറയുന്നുണ്ട്. അടുത്ത് അത് കൺക്ലൂഷൻ ഇങ്ങനെയാണ്: വിളിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം എന്ന് പറഞ്ഞാൽ അത് കൺക്ലൂഷൻ വരുന്നത്. ആ വാക്യമൊക്കെ തെറ്റിദ്ധരിച്ച് എല്ലാവരും വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിനകത്ത് പറയുന്നുണ്ട്, ആദ്യം ചെന്ന് വിളിക്കുന്നു, ആരും വന്നില്ല. രണ്ടാമത് എല്ലാവരും തൻ്റെ മകൻ്റെ കല്യാണത്തിന് വിളിച്ചു, ആരും വന്നില്ല. മൂന്നാമത് രാജാവ് പറയാ, നീ വഴിത്തിലക്ക് നിൽക്കില്ല, കണ്ട തെരുവിൽ കിടക്കുന്നവനെ, ഹാലലിയ, പിന്നെ ഇല്ലാത്തവനെ എല്ലാം ഒരു യോഗ്യതയും ഇല്ലാത്ത, പ്രൈസ് ദി ലോർഡ്, കണ്ടവനെ എല്ലാം ഈ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. വിളിക്കപ്പെട്ടവരോ യോഗ്യത ആയില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ കർത്താവ് പറഞ്ഞ സർക്കിളിൻ്റെ വെളിയിൽ കിടന്നവരാ നമ്മൾ. അങ്ങനെ നമ്മൾ സഭയ്ക്കകത്ത് കയറി വന്നവരാ. അതിൻ്റെ പേരാ കൃപ. ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന എന്നെ യോഗ്യനാക്കി മാറ്റിയതിൻ്റെ പേരാ കൃപ. ജാതികളായിരുന്നു, വിഗ്രഹാരാധികളായിരുന്നു, കൃപയിൽ നിന്ന് അകലെയായിരുന്നു, ദൈവത്തിൽ നിന്ന് വളരെ ദൂരത്തിലായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ നമുക്കും കിട്ടി ഈ രക്ഷ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിലെ സുവിശേഷകൻ മരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഉള്ളിലെ സുവിശേഷകൻ മരിക്കരുത്. അങ്ങനെ തൃശ്ശൂർക്കടുത്തൊരു സഭയിൽ ഒരു മാസം അടുപ്പിച്ച് 4 ആഴ്ച പോയി. ഞാൻ അവിടെ ശുശ്രൂഷിച്ചതെല്ലാം സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ചും സുവിശേഷ വേലയെക്കുറിച്ചും ആത്മാക്കളെ നേടുന്നതിനെ കുറിച്ചും മാത്രമാണ്. അതിൻ്റെ പിറ്റേ മാസം എന്നെ വിളിച്ചപ്പോൾ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, അത് ഇനി ഇവിടെ പറയണ്ട, അങ്ങനെയെങ്കിൽ പാസ്റ്റർ വന്നാൽ മതി എന്ന് പറഞ്ഞു. കള്ളം പറഞ്ഞല്ലോ. എന്നെ അത്ര ആഴ്ചയിലും സുവിശേഷ വേല ചെയ്യുന്നതും പ്രതിഫലം കിട്ടുന്ന കാര്യമൊക്കെ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ബൈബിളിൽ ഏത് വാക്യം വായിച്ചാലും ശുശ്രൂഷകരോട് സംസാരിക്കാനുള്ളതാണ്. എനിക്കറിയത്തില്ല. ഞാൻ ബൈബിളിൽ ഏത് വാക്യം വായിച്ചാലും അത് ശുശ്രൂഷകർക്കുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാക്കളെ നേടണം, സുവിശേഷ വേല ചെയ്യണം, ശുശ്രൂഷകരെ എഴുന്നേൽപ്പിക്കണം, ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ബന്ധപ്പെട്ട 4 ആഴ്ചയിലും മെസ്സേജ് എടുത്തപ്പോൾ അടുത്ത ട്രിപ്പ് എന്നെ അവർ വിളിച്ച് പറഞ്ഞു, എല്ലാ പ്രാവശ്യവും എടുക്കുന്ന പോലെ അത് പറയണ്ട, വേറെ എന്തെങ്കിലും പറയാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പോയി അവിടെ വേറെ രീതിയിലൊക്കെ പക്ഷേ അന്ന് തന്നോട് സംസാരിച്ചു. പക്ഷേ അതിൻ്റെ ലാസ്റ്റിൽ കൺക്ലൂഷൻ വന്നത് കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെടണം എന്നുള്ള, ആത്മാക്കളെ നേടണം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാം, ഏതെങ്കിലും ഒരു സഭ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ, ഒരു സുവിശേഷ പ്രവർത്തനം നടക്കുന്നില്ല എങ്കിൽ അത് മരിച്ച സഭയാണ്. ഇനി ബ്രദർ തുടങ്ങിയെന്ന് വേണം ഇപ്പം പറയും. ഒരു പണിയിൽ ഇത്രയും നേരം വലിയ കുഴപ്പമില്ലായിരുന്നു, ഈ പുള്ളി മെല്ലെ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ മീശയൊക്കെ പഠിച്ച് ഇങ്ങനെ അങ്ങനെയൊന്നും അല്ല സുവിശേഷം, അതൊന്നും അല്ല. ഇതൊക്കെ ഞങ്ങൾക്ക് ഒരു സ്റ്റൈൽ ഇറക്കുന്ന, അതൊക്കെ വേണം, എങ്ങനെ നിങ്ങളൊക്കെ അടങ്ങിയിരിക്കുള്ളൂ. അത് പോട്ടെ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കാൻ തയ്യാറാണോ? ആണോ അല്ലയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കർത്താവ് ഇങ്ങനെ പറയുന്നില്ലേ, വെളിപ്പാട് പുസ്തകം 14:13 13:14 അടുത്ത് പറയത്തില്ലേ, എന്താ പറയുന്നത് ആ വാക്യത്തിൽ, ഇനിയും എഴുതുക, ഇപ്പോൾ കർത്താവിൽ മരിച്ച മൃതന്മാർ അവർ തങ്ങളെ പ്രയത്നങ്ങളിൽ നിന്ന് അല്ലയോ. എഴുതുക, ഇപ്പോൾ കർത്താവിൽ മരിച്ച മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ആ ഒരു വിശ്രമം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിക്കട്ടെ, മത്തായി സുവിശേഷം 11:28-29 വാക്യങ്ങൾ പറയാണ്, സ്തോത്രം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? എൻ്റെ അടുക്കൽ. അവർ അധ്വാനിക്കുന്ന ഭാരം എന്താ? ന്യായപ്രമാണത്തിൻ്റെ ഭാരമാണ്. ന്യായപ്രമാണത്തിൻ്റെ യാഗങ്ങളെ, പാപത്തിൽ നിന്ന് പരിഹാരം വേണമെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ ചുമട് കൊണ്ട് തല വെച്ച് കൊടുക്കുക, ന്യായപ്രമാണത്തിൻ്റെ ഭാരം തല വെച്ച് കൊടുക്കുക.
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങളെല്ലാവരും എവിടെ വരിക? ഹലോ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ വിടുവിക്കുമെന്ന് തന്നെ അവിടെ എഴുതാഞ്ഞേ. അങ്ങനെയല്ലേ വരേണ്ടത്? വിടുവിക്കുമെന്ന് എന്താ അവിടെ എഴുതാഞ്ഞത്? ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. എൻ്റെ അടുത്ത വാക്യം പറയുകയാണ്, വായിച്ചേ. ആ ആ ആ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, ഞാൻ സൗമ്യതയുള്ളവനാകിയാൽ, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങൾ ആത്മാക്കൾക്ക്. അപ്പോൾ കർത്താവ് പറയാണ്, ഞാൻ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എൻ്റെ മുഖമേക്കാൻ. ഇപ്പം ന്യായപ്രമാണത്തിൻ്റെ മുഖം മാറ്റി കർത്താവ് ഒരു മുഖം നമുക്ക് തന്നിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? ശ്രദ്ധിച്ച് കേൾക്കണം. ശുശ്രൂഷകരോടുള്ള ശുശ്രൂഷയാണ്. കാരണം എൻ്റെ മുമ്പിൽ വിശ്വാസി എന്നതിലപ്പുറം ഇവിടെ ഇരിക്കുന്ന ഈ പൊടിക്കൊച്ചനോട് അടക്കം ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും ശുശ്രൂഷകരാണ്. ദൈവത്തിൻ്റെ വയലിലെ വേലക്കാരാണ് നിങ്ങൾ. എന്താ പേടിച്ചു പോയോ? പ്രൈസ് ദി ലോർഡ്. എന്ത് നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾ ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് സുവിശേഷം പറയുക, ആത്മാക്കളെ നേടുക എന്ന ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. ഇപ്പം എൻ്റെ ഭാര്യ അങ്ങനെ പറയും, അച്ഛൻ എവിടെ മെസ്സേജ് എടുത്താലും കറക്കി കുത്തി ഇതേ കൊണ്ടുവന്നു. എടി എനിക്കിതേ പറയാനുള്ളൂ. ഈ വചനത്തിൻ്റെ ഇപ്പം ഞാൻ പറയട്ടെ, ഇവിടെ ഇന്ന് ഞാൻ പ്രസംഗിച്ച പ്രസംഗം തന്നെ നാളെ രാവിലെ നിങ്ങളോട് വെച്ചാൽ നിങ്ങൾക്കറിയാം? അറിയത്തില്ല. ചുമ്മാ വെറുതെ വിട്ടിട്ട് കിടന്നലക്കുക. നമ്മുടെ എന്തുമാത്രം എത്ര മെസ്സേജാണ് നമ്മുടെ അടിച്ചു പോകുന്നത്. 10 മിനിറ്റ് എല്ലാവരും ഒരു കോൺസെൻട്രേറ്റ് വഴി ഒരു 10 മിനിറ്റ് ഇരിക്കും. ഒന്ന് ഇരുന്ന് തരും 10 മിനിറ്റ്. പ്രസംഗിച്ചോ, 10 മിനിറ്റ് ഇരുന്ന് തരും. അത് കഴിഞ്ഞ് പിന്നെ പറയുന്നതെല്ലാം വീട്ടിൽ ഇരുന്ന് കോഴിയെ പിടിച്ചിടുന്നു, അല്ലെ ചെന്നാൽ ഉടനെ എന്ത് ചെയ്യണം? മീൻ ചൂടാക്കണം, എന്നിട്ട് ഫ്രിഡ്ജ് വെക്കണം. നാളെ രാവിലെ സഭാരാധനയ്ക്ക് വരുന്നതിന് മുമ്പ് വേറെ കറി വെക്കാതെ ഇന്ന് വൈകിട്ടത്തെ കറി നാളെ രാവിലെ കൂടെ പോകണം, ബ്രേക്ക്ഫാസ്റ്റിന് അതുകൂടെ പോകണം. ഇതൊക്കെയല്ലേ അത് ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ കിടന്ന് നമ്മൾ ആത്മാക്കളെ നേടണം, നുഖം എന്നൊക്കെ പറയുമ്പോഴത്തേന് നുഖം ഇത് ഞാൻ എത്ര കണ്ടതാ. ഓ, വിജിപാസ്റ്റർക്ക് എന്തൊരു വെളിപ്പാടാണ് എല്ലാവരും പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ നുഖം വായിച്ച മോളെ, അത് തീർന്നിട്ടില്ല. എൻ്റെ നുഖം മൃദുവും മതി, എൻ്റെ നുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരെങ്കിലും, അതായത് ന്യായപ്രമാണത്തിൻ്റെ ഈ ഭാരമുള്ള നുഖങ്ങളെടുത്ത് മാറ്റി കർത്താവ് നമുക്ക് തൻ്റെ നുഖമെടുത്ത് വെച്ച് തന്നിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഇവിടെ ഉണ്ടോ? ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നുഖം വെച്ച കാളയെ കണ്ടിട്ടുണ്ടോ? പറയൂ. ടൈം ഉള്ളത് കൊണ്ട് ടൈമൊക്കെ പോയോ? എത്ര മണിക്കൂർ പെട്ടെന്ന് സമയം പോകുന്നത്. യെസ്, നുഖം വെച്ച കാളയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ലെന്ന് പറയണം. ഉണ്ട്. നുഖം വെച്ച ഏതെങ്കിലും കാളയുടെ കൂടെ അതിൻ്റെ യജമാനനില്ലാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നുഖം വെച്ചാൽ ആര് കൂടെ ഉണ്ട്? ഏതെങ്കിലും കാള, നുഖം വെച്ച കാള, വയലിൽ അധ്വാനിക്കുന്ന കാള, നുഖം വെച്ച കാളയെ തന്നെത്താൻ കലപ്പ വലിച്ചോണ്ട് പോകുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. നുഖം വെച്ച് അങ്ങനെ നുഖം വെച്ചിട്ടുണ്ടോ? ആരാണോ അതിൻ്റെ കഴുത്തിൽ നുഖം വെച്ചത്, ആ നുഖം വെച്ച ആരാണോ നുഖം വെച്ച ആൾ അതിൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെയെങ്കിൽ കർത്താവ് പറയാണ്, എൻ്റെ നുഖം നിങ്ങൾ ഏക്കണം, അത് സൗമ്യതയും താഴ്മയുള്ള നുഖമാണ്. ഹല്ലേലൂയ. എൻ്റെ നുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ നുഖം നമ്മുടെ മേലുണ്ടെങ്കിൽ, കർത്താവാണ് നുഖം വെച്ചതെങ്കിൽ, കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്ന ദൈവദാസന്മാരോട് കൂടെ കർത്താവ് കൂടെ ഉണ്ടാകുമോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? നുഖം വെച്ചവൻ കൂടെ ഉണ്ട്, വെച്ചവൻ കൂടെ ഉണ്ട്. വയലിൽ കിടന്ന് അധ്വാനിക്കുന്ന അത്രയും കാലം അല്ലയോ വെച്ചവൻ കൂടെ ഉണ്ടെന്ന്. എന്തിനാ പേടിക്കുന്നേ? നുഖം വെച്ചവൻ കൂടെ ഉണ്ട്. ഈ ലോകത്തിലെ ഒരു കാളയ്ക്ക് അതിന്റെ യജമാനൻ നുഖം വെച്ചിട്ട് ആ യജമാനൻ ആ കാളയ്ക്ക് ആ വയലിൽ തന്റെ സാന്നിധ്യം കൊടുക്കുമെങ്കിൽ, ക്രിസ്തുവിന്റെ നുഖം അല്ലെങ്കിൽ നമ്മുടെ മേൽ വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം എത്ര അധികമായി നമ്മളിൽ കാണും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സുവിശേഷ വേലയ്ക്ക് ഇറക്കുന്നതിൽ ലജ്ജിക്കരുത്. ലോകത്തിലെ ഏറ്റവും അന്തസ്സുള്ള വേല സുവിശേഷ വേല തന്നെയാണ്. സുവിശേഷ വേല തന്നെയാണ്. പത്തനംതിട്ട കളക്ടർ ഇന്ന് ഇവിടെ വന്നാൽ ഇവിടെ താഴെ ഇരിക്കുമ്പോൾ ഈ
ഈ സ്റ്റേജിൽ നിന്ന് ഞാൻ പ്രസംഗിക്കും. ആ വിദ്യാഭ്യാസം എനിക്കില്ലെങ്കിലും ആ ലെവലിലാണ് സുവിശേഷകനായ പാസ്റ്ററായി നിന്നെ നിർത്തിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും അന്തസ്സുള്ള വേലയാ സുവിശേഷ വേല. ഇതിനെ അങ്ങ് തീരെ മോശമാക്കി കാണണ്ട. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ, ഹല്ലേലൂയ, പലരെയും മരണത്തിൽ നിന്ന് നമ്മൾ ജീവനിലേക്ക് കൊണ്ടുവരുന്നവരാണ് നമ്മൾ ആ പലർക്കും നിത്യജീവന്റെ വഴികൾ പറഞ്ഞു കൊടുക്കുന്നവർ. ഹല്ലേലൂയ. ഇതിനേക്കാൾ അന്തസ്സുള്ള ഒരു വേല വേറെ ഇല്ല. അതുകൊണ്ട് സുവിശേഷ വേലയ്ക്കായി സമർപ്പിക്കേണ്ടവർ സമർപ്പിച്ചോണം. എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് വിചാരിക്കരുത്. കർത്താവ് തക്ക സമയത്ത് തരും. ഹല്ലേലൂയ. 5 നയാ പൈസ കയ്യിലില്ലായിരുന്ന സമയത്താണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത്. ഹല്ലേലൂയ. പാസ്റ്റർക്ക് അറിയാം, എന്നെ ആ സമയത്ത് പാസ്റ്റർക്ക് പരിചയമുണ്ട്. ഇവിടെ ഒരു TVSന്റെ ഷോറൂമിൽ ഞാൻ തന്നെ രക്ഷിക്കപ്പെട്ടിരുന്നു. ഒരു TVSന്റെ ഷോറൂമിന്റെ മാനേജറായി ഞാൻ ജോലി ചെയ്യുന്ന കാലം പാസ്റ്റർക്ക് നല്ലവണ്ണം എന്നെ അന്ന് പരിചയമുണ്ട്. ഹല്ലേലൂയ. അന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ, ഹല്ലേലൂയ, രാവിലെ ഇരിക്കുമ്പം എനിക്ക് ഭയങ്കര സങ്കടം വരികയാണ്. കർത്താവിന് വേണ്ടി ഇറങ്ങണം. ആ സമയത്ത് കോഴഞ്ചേരി ടൗൺ സർക്കിള് ആ ഏരിയയുടെ ഒരു ചാർജ് എനിക്ക് തന്നു ശുശ്രൂഷകർക്ക്. ആ ഏരിയ, അപ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് ആ ഏരിയയിൽ നിന്നും ആദ്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് വന്നവരുടെ ഒരു യെല്ലോ കാർഡ് ഫില്ല് ചെയ്ത് കൊടുക്കും. ആദ്യമായിട്ട് വരുന്നവരുടെ എഴുന്നേൽപ്പിച്ചിട്ട് യെല്ലോ കാർഡ് ഫില്ല് ചെയ്ത് കൊടുക്കും. ആ യെല്ലോ കാർഡ് ടൗൺ ഏരിയയിലുള്ളവരുടെ ഈ യെല്ലോ കാർഡ് എൻ്റെ കയ്യിൽ തന്നു. ഒരാൾ, ഞാൻ നിങ്ങൾ പറഞ്ഞാൽ അറിയും, വളരെ ബിസിനസ്മാൻ, വളരെയധികം നല്ല ഒരു പിന്നെ സാമ്പത്തിക ഭദ്രതയുള്ളൊരു മനുഷ്യൻ എന്നൊക്കെ ചിന്തയാണ്. അദ്ദേഹത്തിൻ്റെ ആ യെല്ലോ കാർഡ് എൻ്റെ കയ്യിൽ വന്നപ്പോൾ ഞാൻ നോക്കി അദ്ദേഹത്തിൻ്റെ പ്രയർ റിക്വസ്റ്റ് എഴുതിയിട്ടുണ്ട്. അത് ഞെട്ടിപ്പോയി. സാമ്പത്തികമായ ഇഷ്യൂസൊക്കെ എഴുതിയിരിക്കുന്നത്. ഈ കുടുംബം, ഈ ഫാമിലി, ഈ ബ്രദർ ഇത്രയ്ക്ക് തകർന്നിരിക്കുകയാണോ? അന്നെൻ്റെ അകത്തൊരു ആത്മഭാരം കയറിയതാണ്. പിന്നീട് കാർഡ്സൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഓരോ ആൾക്കാരെയും പരിചയമുള്ളവരുടെയൊക്കെ ആൾക്കാർ ജീവിതത്തിൽ തകർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഉള്ളിൽ ഇടപെടൽ നടന്നു. എന്നിട്ടും മസിൽ പിടിച്ചിരുന്നു. ജോലിക്ക് പോയി. ഒരു ദിവസം ജോലിക്ക് പോയപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഹേമിക്കലാണ്. ചുണ്ടൊക്കെ കിടന്ന് അടിക്കുന്നു, കണ്ണിക്കൂടെ വെള്ളം വരുന്നു. എൻ്റെ പൊണ്ണെ, എന്താണെന്ന് എനിക്കറിയില്ല. കർത്താവ് അങ്ങ് നിന്നങ്ങ് സ്നേഹിക്കുവാണോ എന്താണെന്ന് എനിക്കറിയില്ല. സാമ്പത്തികമായിട്ടങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അന്നേരം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആ സമയത്ത് വചനം പറയാൻ അറിയില്ല. എനിക്ക് എൻ്റെ പാട്ട് കേട്ടാൽ നിങ്ങളൊക്കെ ഇറങ്ങി ഈ പഞ്ചായത്ത് വിട്ടുപോകും. പാട്ട് പാടി ഒരു വർഷിപ്പ് ചെയ്യാൻ അറിയത്തില്ല. ആകെ കൂടി ചെയ്യുന്നത് ഞാൻ നിരീശ്വരവാദിയായിരുന്നു, അവിടെ നിന്ന് രക്ഷിക്കപ്പെട്ടു എന്ന് വന്നുള്ള സാക്ഷ്യം മാത്രം ഓരോ മീറ്റിങ്ങുകളിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കും. അത്ര മാത്രമേ അതുള്ളൂ. സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും എനിക്കറിയില്ല. അന്നേരമാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്നോട് വരുന്നത്, ഇറങ്ങാൻ. എന്തായാലും കൊള്ളാം. ഒരു ദിവസം രാവിലെ ചെന്ന് ഇരിക്കുമ്പോൾ തൊട്ട് ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അന്നേരമാണ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെടുന്നു. ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സ്നേഹം അങ്ങ് വരിക. കണ്ണിക്കൂടെ വെള്ളം വരുന്നു, ചുണ്ടുകളൊക്കെ കിടന്ന് ഇങ്ങനെ ചലിക്കുന്നു. ഞാൻ എന്തായാലും ഉച്ചവരെ പിടിച്ചു നിന്നിട്ട് ആ നടു റോഡിലോട്ട് നിന്ന് കൈ നീട്ടി ആ സ്ഥാപനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. കാരണം ഞാൻ ഇറങ്ങിയാൽ ആ സ്ഥാപനത്തിന് വല്ലാത്ത ക്ഷീണമാകും. അതുപോലെ ഞാൻ ആ സ്ഥാപനത്തിൻ്റെ നട്ടലായിട്ട് നിന്ന ഒരാളാണ്. നല്ലതായിട്ട് ബിസിനസ് പിടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നേരം വെളുത്ത് വന്നിട്ട് പെൺപിള്ളേരൊക്കെ സ്റ്റാഫുണ്ട്, ഇവളുമാരെ എല്ലാം നിരത്തി നിർത്തിയിട്ട് തലയിലോട്ട് കൈ വെച്ചിട്ട് അങ്ങ് പ്രാർത്ഥിക്കും. കർത്താവേ, ഈ കൊച്ചുങ്ങൾ ഏത് കസ്റ്റമേഴ്സിനോട് സംസാരിച്ചാലും യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം ബിസിനസ് ആകട്ടെ എന്നും പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കുമായിരുന്നു. അന്നേരത്തെ ആവശ്യത്തിനൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ നിന്നൊരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതാണ്. അന്ന് പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വചനത്തെ സാക്ഷി നിർത്തി ഞാൻ നിങ്ങളോട് പറയാം. അന്ന് സ്വർഗീയവിരുന്ന് സഭയിലായിരുന്നു ഞാൻ. അന്ന് സ്വർഗീയവിരുന്ന് കോട്ടയം സഭയിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ ഒരു 100 പൊതി ഭക്ഷണപ്പൊതി കൊണ്ടുവരും. ഇവിടങ്ങളിലുള്ള ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ട് നടക്കുന്ന കോൺവെൻറ്റുകൾ, അങ്ങനത്തെയുള്ള ഈ ഓൾഡ് ഏജ് ഹോമിൽ അങ്ങനെയുള്ള കുറേ ഇടത്ത് 100-150 ആയിട്ടായിരുന്നു പൊതികൾ വരും. ആ പൊതി മേടിച്ച് 5 മണിയാകുമ്പോൾ ആ പൊതി വരും. ആ പൊതി വരുമ്പോൾ അത് വിതരണം ചെയ്യുന്നതിൻ്റെ മേൽനോട്ടം എന്നെ ഏൽപ്പിച്ചിരുന്നു സഭ. അന്നേരം ഒരു 5 പൊതി മാറ്റി വെക്കാം എൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ ആ പൊതി മേടിച്ച് അതുകൊണ്ട് ജീവിതം കഴിക്കാം. അങ്ങനെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ ആളാണ് ഞാൻ. ഹലോ, എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് വരെ അതിലൊരു പൊതി, ഇല്ലായ്മയിൽ ഒരു പൊതി മേടിച്ച് കഴിക്കേണ്ട അവസരം എനിക്ക് വന്നിട്ടില്ല. എൻ്റെ കർത്താവ് വരുത്തിയിട്ടില്ല കേട്ടോ. എൻ്റെ അമ്മ ഇരിക്കച്ചതായി പറയുന്നത്, ആരുടെ മുമ്പിലും കൈ നീട്ടാതെ ഇന്നേ വരെ ജീവിക്കാൻ എൻ്റെ കർത്താവ് വഴി തുറന്നു. ഹല്ലേലൂയ. ആരുടെ മുമ്പിൽ ലജ്ജിക്കാൻ ഇട വന്നില്ല. കർത്താവ് സുവിശേഷ ശുശ്രൂഷയിൽ മാറ്റിമറിച്ചെന്നെ. ഹല്ലേലൂയ. വചനം, ഞാൻ ഒരു ബൈബിൾ കോളേജിലും ഞാൻ പോയിട്ടില്ല. ഞാൻ ഈ വചനം കുത്തിയിരുന്ന് പഠിക്കാൻ തുടങ്ങി. എനിക്ക് ഒരു കാര്യം നിർബന്ധമുണ്ട് ഇപ്പോഴും, അന്നും ഇന്നും. ഈ വചനത്തെ ഞാൻ ഒരുപാട് നോവിച്ചവനാണ്. പൗലോസ് നോവിച്ചതുപോലെ ഞാൻ ഒരുപാട് നോവിച്ചതാ. കർത്താവിനെ നോവിച്ചതാ. ദൈവസഭയെ ഞാൻ ഉപദ്രവിച്ചവനാ. ഈ വചനത്തെ ഞാൻ നോവിച്ചവനാ. കീറിക്കളഞ്ഞ ബൈബിളുകൾക്ക് കണക്കില്ല, അറിയാമോ?
അങ്ങനെ നോവിച്ചവനാ. ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, രക്ഷിക്കപ്പെട്ട് ഇനിയും മേലാൽ ഈ വചനത്തെ ഞാൻ നോവിക്കാൻ പാടില്ല. ഞാനെടുത്ത തീരുമാനമാണ്. എങ്ങനെ നോവിക്കാം? ഈ വചനത്തെ കോട്ടി പ്രസംഗിച്ചാൽ, ഈ വചനത്തിൽ ഇല്ലാത്തത് വചനമാണെന്നും പറഞ്ഞ് വേറെ ഉപദേശത്തിൽ പ്രസംഗിച്ചാൽ ഈ വചനത്തെ ഞാൻ ഉപദ്രവിക്കുന്നവനായി മാറും. അതുകൊണ്ട് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ദൈവത്തിന് കൊള്ളാവുന്ന വിശ്വസ്ത സേവകനായി നിൽപ്പാൻ ഞാൻ അന്നും ഇന്നും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇതിനകത്ത് നിന്ന് പറയുന്ന കാര്യം, വേണ്ടാത്ത കാര്യം ഞാൻ പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അവസരങ്ങൾ കൂടുതൽ കിട്ടും. നിങ്ങൾ ഈ പറയുന്ന പോലെ ഞാൻ ഓടി നടന്ന് ശുശ്രൂഷിക്കുന്നത് ഞാൻ പറഞ്ഞെങ്കിലും അത്രയ്ക്കൊന്നും ഓടുന്നുമില്ല, പറയുന്നുമില്ല. ഞാനങ്ങനെ ഇപ്പോൾ ഒരു 10 പേരുടെ ലിസ്റ്റ് എടുത്താൽ, ഒരു ഉപവാസ പ്രാർത്ഥന ഏതെങ്കിലും സഭയിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട 10 പേരുണ്ടെങ്കിൽ അതിനകത്ത് 10ാമനായിട്ട് എന്നെ എണ്ണത്തുള്ളൂ. അല്ലാതെ ഫസ്റ്റിലെ ബിജു പാസ്റ്ററെ വിളിച്ചേക്കാം, ബിജു പാസ്റ്റർ വന്നാൽ ഇവിടെ തീ ഇറക്കും. ഞാൻ വന്നാൽ ഒരു തീയും ഇറങ്ങത്തില്ല. കർത്താവില്ലാതെ എന്ത് തീ? ഹല്ലേലൂയ. അങ്ങനെയൊന്നും എന്നെ പരിഗണിക്കുന്ന ഒരു ശുശ്രൂഷകനല്ല. ഞാൻ പേരുള്ള ശുശ്രൂഷകനല്ല. യൂട്യൂബിൽ എൻ്റെ മെസ്സേജ് ഒന്നും കിടപ്പില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടുത്തെ മെസ്സേജ് വല്ലതും ഉണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. സ്തോത്രം. അങ്ങനെ ആരും എന്നെ വിളിക്കുന്ന ശുശ്രൂഷകനല്ല. പക്ഷെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ഈ വചനത്തിൽ നിന്ന് ഞാൻ വേണ്ടാത്തത് വിളിച്ച് പറയത്തില്ല. പറഞ്ഞാൽ അത് വ്യക്തമായ തെളിവ് പരിശുദ്ധാത്മാവിൻ്റെ ബൈബിൾ കോളേജിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എഴുതിയ ആൾ തന്നെ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഹല്ലേലൂയ. ബൈബിൾ കോളേജിനൊന്നും ഞാൻ എതിരുമല്ല, ഇതിനൊന്നും എതിരല്ല. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഇന്നേ വരെ ലജ്ജിക്കുവാൻ ഇട വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്ന കാളയുടെ കൂടെ അതിൻ്റെ നുകം വെച്ചവൻ കൂടെ, യജമാനൻ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് ക്രിസ്തുവിൻ്റെ നുകം ഏറ്റ നമ്മളുടെ കൂടെ കർത്താവ് വയലിൽ അധ്വാനിക്കുന്നവരുടെ കൂടെ ഉണ്ടോ? ഉണ്ട്. ഞാൻ ഇന്ന് ഇത്രയും അനുഗ്രഹിക്കപ്പെട്ടവനായി ഇവിടെ നിൽക്കാനുള്ള കാരണം സുവിശേഷ വേല ചെയ്യുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഞാൻ ഈ ഇപ്പോഴത്തെ ജോലിക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് അബുദാബി മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ, അവിടുത്തെ ഏറ്റവും വലിയ സിനിമാ നടന്മാരുടെ വണ്ടികളൊക്കെ പണിയുന്ന ഒരു പ്രസ്ഥാനമാണ് അബുദാബി. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം. അബുദാബി മോട്ടോഴ്സ് ആലുവയുടെ ഹൈവേ തന്നെ സൈഡിലുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അവർ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. ഒരു മുസ്ലിം സഹോദരനാണ്. എന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടപ്പോൾ നിങ്ങൾ മൈക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, അതെ, എന്താ നിങ്ങളുടെ പണി? ഞാൻ പറഞ്ഞു, ഞാൻ സുവിശേഷ വേല ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്നോട് ലാസ്റ്റിൽ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ഏതിനാണ് പ്രിഫറൻസ് കൂടുതൽ നൽകുക? ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ എന്തിനു നൽകും? സുവിശേഷ വേലയെന്ന് നിങ്ങൾ പറയുന്ന ഈ ബൈബിളിൻ്റെ വേലയ്ക്കാണോ അതോ ഈ ജോലിക്കാണോ? ഞാൻ പറഞ്ഞു, ബൈബിളിൻ്റെ വേലയ്ക്ക് തന്നെയാണ്, സുവിശേഷ വേലയ്ക്ക് തന്നെയാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോൾ ഇടപെടണം അന്നേരം ഞാൻ ജോലി രാജിവെക്കുമെന്നും പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യു ആർ സെലക്റ്റഡ് എന്ന് കേൾക്കേണ്ട വാക്കിന് പകരം എന്നോട് പറഞ്ഞു വിളിക്കാം, ഉറപ്പായിട്ട് അറിയിക്കുകയാണ്. ഇന്ന് വരെ വിളിച്ചിട്ടില്ല. കാരണം ഫസ്റ്റ് പ്രയോറിറ്റി സുവിശേഷ വേലയ്ക്ക് തന്നെ. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി സുവിശേഷ വേലയ്ക്ക് തന്നെയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്നൊരു വാർത്ത കേൾക്കും, ബിജു പാസ്റ്റർ ജോലി രാജിവെച്ചു. പ്രൈസ് ദി ലോർഡ്. ഏത് സമയത്തും ഒരു വാർത്ത കേൾക്കും, ബിജു പാസ്റ്റർ ജോലി രാജിവെച്ചു. ഹല്ലേലൂയ. എനിക്ക് വിഷയമല്ല. എനിക്ക് കർത്താവിൻ്റെ വേല തന്നെ മുഖ്യം. വല്ല ചാതിയിലും വല്ല വിധേനയും ഒരാളെ കൂടെ കർത്താവിലേക്ക് നടത്തണം തന്നെ എൻ്റെ ലക്ഷ്യം. ശുശ്രൂഷകരെ എഴുന്നേൽപ്പിക്കുക. ഹല്ലേലൂയ. ശുശ്രൂഷ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാണ് നമുക്ക് വിശ്രമം എന്ന് പറയാം? തൊണ്ടയ്ക്കത്തെ അനക്കം എപ്പോഴാണ് നിൽക്കുന്നത്? അന്നേരമാണ് വിശ്രമം. നമ്മൾ ആദ്യം വായിക്കേണ്ട, രണ്ടാമത് വായിക്കേണ്ട വാക്യം ആദ്യം കയറി വായിച്ചു. അത് എഴുതുക. ഇപ്പോൾ കർത്താവിൽ മരിച്ച മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതല്ലയോ? എവിടാ വിശ്രമം? ആ വയലിൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്. ആ വയലിൽ നിന്ന് നമ്മൾ കൈയുടെ അവസാനം അവിടെയാ വിശ്രമം. ആ കാളകൾക്ക് ആ യജമാനൻ ഭക്ഷണം കൊടുക്കും, അതിന് വേണ്ടുന്ന ആരോഗ്യം ശ്രദ്ധിക്കും, അതിനെ പരിപാലിക്കും, അതിന് വേണ്ടുന്ന പുല്ലും എല്ലാം കൊടുക്കും. അങ്ങനെ ഈ ലോകത്തിലെ യജമാനൻ തൻ്റെ കാളയ്ക്ക് വേണ്ടി വേണ്ടതെല്ലാം കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന നമുക്ക് വേണ്ടി എത്ര അധികമായി കർത്താവ് കരുതി വെക്കും. ഹല്ലേലൂയ. ഇന്ന് ഈ ദൂത് മയക്കം വിട്ട് ഉണരാനാ. എന്തുണരാനാ? നമ്മുടെ വിഷയങ്ങൾക്കുള്ള വിടുതൽ കിട്ടാൻ മാത്രമല്ല, അതിൻ്റെ അപ്പുറത്ത് ഹല്ലേലൂയ, കർത്താവേ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഹല്ലേലൂയ. നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് കർത്താവേ? ഞാൻ ഇറങ്ങാൻ റെഡിയാ. നിനക്ക് വേണ്ടി സുവിശേഷം പറയാൻ റെഡിയാ. ഞാനൊക്കെ സുവിശേഷ വേല ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഉദിമൂടുന്ന സ്ഥലത്ത് റാന്നിയിൽ കെയർസെൽ നടന്ന് ഞാനും വൈഫും കൂടെ കയറി ചെല്ലുമ്പോൾ നല്ല മഴയാണ്. ആ മഴയത്ത് സ്വത്രം കയറി മേളത്തെ വീട്ടിൽ ചെല്ലുന്നത് ഞങ്ങൾ സ്ഥിരമായിട്ട് അവിടെ ചെല്ലുന്നതിന് ഈ താഴത്തെ വീട്ടുകാർക്ക് വളരെ പ്രശ്നമാണ്. എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ പ്രശ്നം ഇതേ ഉള്ളൂ. ഞങ്ങളവിടെ കയറാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ഒത്തിരി വിടുതൽ കിട്ടാൻ തുടങ്ങി. ആ വിടുതലൊക്കെ ഇവരോട് പറയാൻ തുടങ്ങി. ഇവർക്ക് അസൂയ. ഞങ്ങൾ വരുന്ന കണ്ടപ്പോഴത്തേക്ക് ഇവർ മഴയത്ത് എന്ത് ചെയ്തു? പശുവിൻ്റെ എരുത്തിൽ എന്ന് പറഞ്ഞാൽ അറിയാം, എരുത്തിലിൻ്റെ
പശുവിൻ്റെ മൂത്രം സ്റ്റോർ ചെയ്യുന്നൊരു ടാങ്കുണ്ട്, ഒരു കോൺക്രീറ്റ് സ്റ്റാൻഡ്. അതിൻ്റെ അടപ്പ് നല്ല മഴ വരുമ്പോൾ ഇവരെന്ത് ചെയ്യും, തോട്ടിലോട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ മഴ വരുന്ന സമയത്ത് ഇവരെന്ത് ചെയ്ത്, ഞങ്ങളെ കണ്ടപ്പോൾ ഇവരെന്ത് ചെയ്ത് പശുവിൻ്റെ മൂത്രത്തിൻ്റെ ടാങ്ക് ആ ഓവ് അങ്ങ് തുറന്നു. നേരെ മൂത്രമെല്ലാം കൂടെ ഈ ഞങ്ങൾ കയറി തോട്ടിലോട്ടാണ് വരുന്നത്. ആ വെള്ളം ഞങ്ങളുടെ ദേഹത്ത് ഇതെല്ലാം കൂടെ വന്നു. ഹാലലി അവർ ചെയ്തതാണ്. ദേഹം എല്ലാം നല്ലതായിട്ട് നാട്ടം. എന്നിട്ടും ഞങ്ങൾ പോയി, എൻ്റെ വൈഫ് അവിടെ നിന്ന് ഒരു ആ വീട്ടിലെ സഹോദരിയുടെ ഒരു നൈറ്റി മേടിച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് ഹാലലിയ കെയർസെൽ ക്ലാസ് എടുത്തു. ഹാലലിയ ഇങ്ങനെയൊക്കെ. പക്ഷെങ്കിൽ അതിൻ്റെ അനുഗ്രഹമാണ്. വല്ലവരൊക്കെ പുച്ഛിക്കുന്നതിൻ്റെ അനുഗ്രഹം ഇന്നും ഉണ്ട് പ്രിയപ്പെട്ടവരെ. അല്ല നമ്മുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ അനുഗ്രഹമാണോ ഇത്? നമ്മളേതാണ്ട് ആയതിൻ്റെ അനുഗ്രഹമാണോ ഇത്? കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ടാണ്. കർത്താവിന് വേണ്ടി നിന്നോ, നീയും നിൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും, തലമുറ അനുഗ്രഹിക്കപ്പെടും. ആത്മാക്കളോട് സുവിശേഷം പറയണം. ഹാലലിയ നമുക്ക് കിട്ടിയ രക്ഷ അനേകർക്ക്, ഹാലലിയ സ്തോത്രം, നമ്മൾ എന്ത് ചെയ്യണം, ഇത് പകർന്നു കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ ഒരു കൊലപാതകം ചെയ്തു. അയാൾക്ക് കോടതി പരമോന്നത ശിക്ഷയായ തൂക്കുകയർ കൊടുത്തു. ആ തൂക്കാൻ മരണം വരെ അദ്ദേഹത്തെ തൂക്കാൻ വിധിയായി. ഇനി അയാളുടെ മുമ്പിലുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇനിയും എന്താ? ഇനിയും എന്ത് ചെയ്യുക? എന്താ ഇനി ഒരു ഓപ്ഷൻ ഉള്ളത്? കോടതി വിധിച്ചു ഇയാളെ മരണം വരെ തൂക്കിക്കൊല്ലാൻ. ഇനി ഇയാളുടെ മുമ്പിൽ എന്താ ഒരു വഴി? അയാൾ ഇതിലൂടെയും പോട്ട് ബ്രദറെ, നമുക്കെന്താ? അയാളുടെ മുമ്പിൽ എന്തോ കോടതി തൂക്കുകയർ വിധിച്ചു. അയാളുടെ മുമ്പിൽ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇല്ലേ? രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം? രാഷ്ട്രപതിക്ക് ഒരു ദയാഹർജി കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇദ്ദേഹം രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുത്തു. അപ്പോൾ രാഷ്ട്രപതിയുടെ കയ്യിൽ ദയാഹർജി വന്നു. അത് വായിച്ചു നോക്കി. അദ്ദേഹത്തിൻ്റെ മനസ്സലിവ് തോന്നി. അദ്ദേഹം എന്ത് ചെയ്തു? ഉത്തരവിട്ടു. തൻ്റെ സെക്രട്ടറിയോട് പറഞ്ഞു, ഇന്ന സ്റ്റേറ്റിൽ ഇന്ന ജയിലിൽ ഇന്ന ആൾ കിടപ്പുണ്ട്, അയാളുടെ തൂക്കുകയർ അത് ജീവപര്യന്തമാക്കി ശിക്ഷ ഇളവ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണിത്. ഇത് ഇന്ന ജയിലിൽ ഇത്രാം തീയതിക്ക് മുമ്പേ എത്തിക്കണമെന്ന് സെക്രട്ടറിയുടെ കയ്യിൽ അദ്ദേഹം ഓർഡർ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഈ സെക്രട്ടറി എന്ത് ചെയ്തു? നാളെ ആകട്ടെ അതങ്ങനെ എന്ത് ചെയ്തു? തൻ്റെ കൃത്യവിലോമത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? കൃത്യം ചെയ്യാൻ അദ്ദേഹം മടി കാണിച്ചു മുൻപോട്ട് പോയി. ഇദ്ദേഹം ഇത് വിട്ടുപോയി. ആ ഡേറ്റ് വന്നപ്പോൾ രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഉറപ്പൊന്നും കിട്ടിയില്ല. ആ ഡേറ്റ് വന്നപ്പോൾ ഇദ്ദേഹത്തെ തൂക്കിക്കൊന്നു. എൻ്റെ ചോദ്യം നിങ്ങളോട്, ഇപ്പോൾ അദ്ദേഹം മരിക്കുവാനുള്ള കാരണം അദ്ദേഹം ചെയ്ത ആ പാപത്തിൻ്റെ, കുലപാതകത്തിൻ്റെ ഇതിലാണോ അതോ എന്താണ്? ഇപ്പം അദ്ദേഹം മരിക്കാനുള്ള കാരണം എന്താണ്? ആ ഉദ്യോഗസ്ഥൻ്റെ രാഷ്ട്രപതിയുടെ സെക്രട്ടറിയുടെ ആ ഉദ്യോഗസ്ഥൻ്റെ അനാസ്ഥയാണ്. പ്രൈസ് ദി ലോർഡ്. തേണ്ടിയിരിക്കുന്നു സെക്രട്ടറിമാരെല്ലാം ഇവിടെയുണ്ട്. നമ്മളാ സെക്രട്ടറി. ഹല്ലേലൂയ. ഇന്ന് മദ്യപാനത്തിലും ഈ സിയോൺ ബാർ, ഈ ബാറിൻ്റെ പേര് പാർക്ക്, ഈ ബാറിൽ സിയോണൊക്കെ ഇപ്പോഴുണ്ടോ? ആ സിയോൺ ബാറിലൊക്കെ ഇരിപ്പുണ്ട്. നാളെ ഇവിടെ നിന്ന് പ്രസംഗിക്കേണ്ട ആൾക്കാർ സെക്രട്ടറിമാരാ. അവരൊക്കെ പാപത്തിൽ മരിച്ചു പോകാതെ അവരെയൊക്കെ പോയി ബാറിലൊന്നും പോയി നേടണ്ട, അതിൽ പോകണ്ട, അവരിങ്ങോട്ട് വരുമ്പോൾ നേടിയ ചില ആൾക്കാർ. ഞാൻ രക്ഷിക്കപ്പെട്ട് സമയത്ത് സുവിശേഷം പറയാൻ ബാറിൽ പോയി. ആവശ്യമില്ല. നേരെ പോയി കൂട്ടുകാരനെ ഈ പാർക്ക്, ഇവിടെ ഒരു ബാറുണ്ട്, ഇവിടെ ഒരു ബാറുണ്ട്, തെക്കേമല താഴത്ത് കൊഴഞ്ചേരിയിൽ പാർക്ക് എന്നാണ് അതിൻ്റെ പേര്. അന്നത്തെ പേര് പാർക്ക് എന്നായിരുന്നു. ഞാൻ എൻ്റെ കൂട്ടുകാരനെ കാണാൻ ബാറിൽ പോയിരുന്നു. അവൻ്റെ കൂടെ അവൻ വെള്ളം അടിക്കുന്നു, അവൻ്റെ കൂടെ ഇരുന്ന് അവനെ മാനസാന്തരപ്പെടുത്തുക. ഇറങ്ങി വന്നത് എൻ്റെ പാസ്റ്ററുടെ മുമ്പിലോട്ടാണ്. പുള്ളി മിണ്ടാതെ കണ്ടച്ചങ്ങ് പോയി. എന്നെ പിടിച്ച് കൈയോട്, എന്താ നിന്നെ അവിടെ കൊണ്ട്? ഞാൻ പറഞ്ഞു, ഞാൻ മാനസാന്തരപ്പെടുത്താൻ പോയതാ. നീ കള്ളു കുടിക്കാൻ പോയത്? ഞാൻ പറഞ്ഞു, കള്ളു കുടിക്കാൻ പോയത് ഞാൻ മാനസാന്തരപ്പെടുത്താം. നീ ബാറിൽ പോയി നീ ആരെ മാനസാന്തരപ്പെടുത്തണ്ട. നീ ഇപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ആ പണിക്ക് നീ പോകണ്ടത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ബാറിലോട്ടൊന്നും പോയി ആരെയും എന്ത് ചെയ്യുന്നത്? മാനസാന്തരപ്പെടുത്തുന്നത്. പണ്ട് കുതിരയ്ക്ക് മരുന്ന് കൊടുത്തതുപോലെ ആയിപ്പോകും. പണ്ട് കുതിരയ്ക്ക് മരുന്ന് കൊടുക്കാൻ എന്ത് ചെയ്യണം? വളരെ ബുദ്ധിമുട്ട്. എന്ത് ചെയ്താൽ കുതിര മരുന്ന് കഴിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? കുതിരയുടെ വായ്ക്കകത്തോട്ട് ഒരു ചെറിയ ഹോസ് വെച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ മരുന്ന് ഇദ്ദേഹത്തിൻ്റെ വായിലോട്ട് എടുത്തിട്ട് ഈ പൈപ്പ് കുതിരയുടെ വായ്ക്കകത്തോട്ട് വെച്ചിട്ട് ഒറ്റ ഊത് എടുത്തു. ആരൂതി? കുതിര ഊതി. മനസ്സിലായോ? എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ബാറിലൊക്കെ പോയി സുവിശേഷം പറയാൻ പോകുമ്പം അയാളെ നമ്മൾ എന്ത് ചെയ്യുക? കള്ളുകൂടി നിർത്താൻ നമ്മളെന്ത് ചെയ്യുക? അയാളെ നിർത്തും, നമ്മൾ ചിലപ്പോൾ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. പണ്ടൊക്കെ ചില ആൾക്കാർ പറയത്തില്ലേ, സഭാരാധനയ്ക്ക് പോകത്തില്ല, ആരാധനയ്ക്കൊന്നും പോകത്തില്ല,
കാപ്പിക്കടയുടെ വാതിക്കലത്തെ ബെഞ്ചറിങ്ങനെ നീണ്ടു വരുന്ന കിടന്നിട്ട് നീയൊക്കെ പൊക്കോടാ, നിന്നെ സീട്ടൊക്കെ വലിച്ച് തള്ളിക്കൊണ്ട് വരും, നീയൊക്കെ പൊക്കോടാ, നിന്നെയൊക്കെ ഞങ്ങൾ താമസിയാതെ മുക്കും. സീട്ടൊക്കെ വലിച്ച് സഭാരാധനയ്ക്ക് പോകാതെ കാപ്പിക്കടയുടെ വാതിക്കലെ ബെഞ്ചെ കിടന്നോണ്ടായി പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ കുതിര ഊതിയതുപോലെ ആകരുത്. അങ്ങനെയൊന്നും പോയി സുവിശേഷം പറയണ്ട, പക്ഷെ സുവിശേഷം പറയണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാം, ഒരാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഞാൻ സ്പിരിച്വൽ പാരന്റിങ് ട്രെയിനിങ്ങിൽ എടുക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ്. ചില ആൾക്കാർ പറയും, ബ്രദറെ ഞങ്ങൾ സുവിശേഷം പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പറയാൻ അറിയത്തില്ല. ഒന്ന്. രണ്ടാമത് പറയും എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. പിന്നെ പറയും എനിക്ക് പറയാൻ ആരുമില്ല എന്ന് വെച്ചാൽ ആ ആളുടെ ചുറ്റുപാടുള്ള എല്ലാവരും അങ്ങ് രക്ഷിക്കപ്പെട്ടു, എനിക്ക് പറയാൻ ആരുമില്ലെന്ന് പറയും. എന്നാൽ മറന്നു പോകരുത്, ഈ ഓയിക്കോസ് എന്നൊരു വാക്ക് കേട്ടു, OIKOS, ഓയിക്കോസ് എന്ന വാക്ക് കേട്ടു, ഇംഗ്ലീഷ് വാക്ക് കേട്ടിട്ടുണ്ടോ? ഓയിക്കോസ് ഇല്ല. എന്നാൽ ഓയിക്കോസ് എന്ന് പറഞ്ഞാൽ ഒരാളുമായി അറ്റ് ദാറ്റ് ടൈം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഏറ്റവും കുറഞ്ഞ 80 ആൾക്കാരുണ്ട്. ഒരാളുടെ ഓയിക്കോസ് എന്ന് പറയുന്നത് നമ്മളുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ബന്ധുക്കൾ എന്നാണ് ഗൂഗിൾ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ബന്ധുക്കൾ. എന്നാൽ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ, ഒരാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും കുറഞ്ഞ നമ്മുടെ ഓയിക്കോസ്, ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ പേരാണ് ഒരാളുമായി, അയാളുടെ ചുറ്റും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം, ആ ആൾക്കാരെയാണ് ഓയിക്കോസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരാളുടെ ഓയിക്കോസ് എന്ന് പറഞ്ഞത് മിനിമം 80 പേരാണ്. ഒരാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരേ സമയം 80 പേരുണ്ട്. അയാളുടെ ബന്ധുക്കൾ എന്നതിലപ്പുറത്ത് അയാളുടെ പത്രക്കാരൻ, അയാൾക്ക് ദിവസവും പാല് മേടിക്കുന്ന പാൽക്കാരൻ, അയാളുടെ മീൻകാരൻ, ഇങ്ങനെ അങ്ങോട്ട് ലിസ്റ്റ് കിടക്കുക. അങ്ങനെ 80 പേരുണ്ട്. സുവിശേഷം പറയാൻ എനിക്ക് ഇനി ആരുമില്ലെന്ന് മേലെ പറഞ്ഞേക്കല്ല. ഹല്ലേലൂയ. സുവിശേഷം പറയാൻ ഇത്ര ആൾക്കാരുണ്ട്. ഓയിക്കോസ്, ഒരാളുടെ ഓയിക്കോസ് 80 പേരാണ്. കുറഞ്ഞത് 80 പേര് ഒരാൾക്ക് സുവിശേഷം പറയാനുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഓയിക്കോസിനെ നിങ്ങളൊന്ന് എഴുതി വെക്കണം. ഇന്ന് രാത്രി പോയി ഒരു ബുക്ക് എടുത്തിട്ട് ഒന്ന് എഴുതി വെക്കണം. നിങ്ങളുടെ ഓയിക്കോസിലെ ഒരു 5 പേരുടെ പേരെഴുതി വെക്കണം. നിങ്ങളുടെ ഓയിക്കോസിലെ ഒരു 5 പേരുടെ പേരെഴുതി വെക്കണം. 5 പേരുടെ പേരെഴുതി വെച്ചിട്ട് കൈവച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എൻ്റെ ഓയിക്കോസിനകത്ത് ഒരാളെ, എൻ്റെ 2 പേരെ കിട്ടിയിട്ടില്ല. ഞാൻ 10 പേരെ എഴുതി, 2 പേരെ കിട്ടിയിട്ടില്ല, ഇന്നും കിട്ടിയിട്ടില്ല. പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ആത്മാക്കളെ തരും. അപ്പോൾ എൻ്റെ മെസ്സേജ് കറങ്ങിക്കുത്തി സുവിശേഷം പറയണമെന്നുള്ളതായി വന്നേ. പ്രൈസ് ദി ലോർഡ്. എനിക്കിതേ പ്രസംഗിക്കാൻ അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആരും അങ്ങനെയൊന്നും പ്രസംഗിക്കാൻ വിളിക്കാറുമില്ല. ഞാൻ വലിയ തിരക്കുള്ള ശുശ്രൂഷകനോ പാസ്റ്ററോ അല്ല. പക്ഷേ എന്നെ വിളിച്ചാൽ ഞാൻ ഇതേ പറയും. അതല്ലെങ്കിൽ നിങ്ങൾ എന്നെ ക്ലാസ് എടുക്കാൻ വിളിച്ചോ, ഞാൻ വരാം. ലേഖനം പഠിപ്പിക്കുക, ഞാൻ ലേഖനം പഠിപ്പിക്കുന്ന ആളാണ്. ലേഖനം പഠിപ്പിക്കാൻ വിളിച്ചോ, വരാം. ബൈബിൾ ക്ലാസ് നടത്താൻ വരാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എനിക്ക് അതിനപ്പുറം എനിക്ക് ചെയ്യാനുണ്ടെങ്കിൽ സുവിശേഷ വേലയ്ക്കായി ഇറങ്ങണം. ഹല്ലേലൂയ. ഇനി ഒരു വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. 2 കൊരിന്ത്യർ 13-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ കൊരിന്ത്യ ലേഖനമെല്ലാം എഴുതി അവസാനമൊക്കെ വന്ന് പൗലോസിനെ കുറ്റം പറയുന്ന, പൗലോസിൻ്റെ അപ്പോസ്തോലികത്വത്തെയൊക്കെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരോടെല്ലാം കണ്ട് അവസാനം വന്ന് പൗലോസ് ലാസ്റ്റിൽ ആ ലേഖനം 13-ാം അധ്യായത്തിൽ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. ഉപവാസ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ ചോദ്യം ചോദിക്കുന്നത് തെറ്റോ ശരിയോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാനങ്ങ് ചോദിക്കുക. ആ വാക്യം ഇങ്ങനെ കിടക്കണം: നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ഒന്ന് പരീക്ഷിപ്പിൻ. അപ്പൊ ഇന്ന് രാത്രി ഒന്ന് പരീക്ഷിച്ചിട്ട് പോയാലോ? എന്താ പാസ്റ്റർ ഇവരൊന്നും മിണ്ടാത്തേ? ഇവരൊന്നും മിണ്ടുന്നില്ല കേട്ടോ. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ഒന്ന് പരീക്ഷിപ്പിൻ. അടുത്ത വാക്യം, ഒന്ന് ശോധന. അപ്പോൾ ഒന്ന് നമുക്ക് ഈ എന്തെങ്കിലും തരണേ. നമ്മുടെ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഈ തൂമ്പ ഇങ്ങനെ കൊത്തി ഇങ്ങോട്ട് വലിക്കുന്ന തൂമ്പ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അറിയാവോ? തൂമ്പ എന്ന് പറഞ്ഞാൽ ഇനി തൂമ്പ എന്താന്ന് ഞാൻ പഠിപ്പിക്കണോ? എന്തൊരു കർത്താവേ കഷ്ടം. തൂമ്പ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെട്ടി മമ്മട്ടി എന്ന് പറയും. മമ്മൂട്ടിയല്ല, മമ്മട്ടി അങ്ങനെ പറയും. ഇപ്പൊ പിടി കിട്ടിയോ? അപ്പം എങ്ങനെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങോട്ട് വലിക്കുന്ന തൂമ്പ, എല്ലാം ഇങ്ങോട്ട്. കേരളം വിട്ട് കഴിഞ്ഞാൽ തൂമ്പ ഇങ്ങനെ കോരി അങ്ങോട്ട് എറിയുന്ന സാധനം, ഇങ്ങനെ കോരി കൊടുക്കുന്ന തൂമ്പ അങ്ങോട്ടല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കേരളത്തിലെ തൂമ്പയുടെ കാര്യം എല്ലാം ഇങ്ങോട്ട്, എല്ലാം ഇങ്ങോട്ട്, അങ്ങോട്ടൊന്നുമില്ല. കർത്താവിന് വേണ്ടി വല്ലതൊക്കെ കൊടുക്കാൻ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? ഒന്ന് ശോധന ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ ഇന്ന് ഞാൻ പറഞ്ഞ ബാക്കിയെല്ലാം നിങ്ങൾ വിട്ടു.
ഈ വാക്യം രണ്ടും ഒന്ന് കണക്ട് ചെയ്തു. ഇത്രയേ ഉള്ളൂ കാര്യം. ഹല്ലേലൂയ. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പം നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നു. ഏറ്റവും അധികം അങ്ങ് അടുത്തു. രക്ഷ അടുത്തു. കൃപയുടെ വാതിൽ അടയ്ക്കാറായി. ഭൂമിയിൽ ദൈവത്തെ ആരാധിപ്പാനുള്ള സമയം നിൽക്കാൻ പോവാ. സ്തോത്രമൊക്കെ അങ്ങ് നിൽക്കും. എല്ലാം കഴിയാൻ പോവാ. അവൻ്റെ വരവിങ് അടുത്തു. ഇക്കണ്ട കാര്യങ്ങളൊക്കെ നടക്കുന്ന കണ്ടോ? സ്വന്തം പെറ്റ തള്ള കുഞ്ഞിനെ കൊണ്ട് കൂളായിട്ട് കൊണ്ട് എറിയുന്ന കണ്ടോ? ആ കുഞ്ഞിനെ ഉപദ്രവിച്ചവന്റെ മുതലക്കണ്ണീര് കണ്ടോ? ലോകം ഇതാ. ഇന്ന് ഈ വാർത്ത കേട്ടിട്ട് ആർക്കെങ്കിലും വല്ലതും തോന്നി? ഒന്നും തോന്നിയില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മൾ യൂസ്ഡായി. ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ട് നമ്മൾ യൂസ്ഡായി. നമുക്കിതൊന്നും വലിയ പുത്തരിയല്ല. ഇതിനെക്കാട്ടിലും വൃത്തികെട്ട വാർത്തകൾ, സഹിക്കാൻ പറ്റാത്ത വാർത്തകൾ ഇനിയും കേൾക്കും. കർത്താവിൻ്റെ വരവ് അടുക്കും തോറും മ്ലേച്ഛതകൾ വർദ്ധിക്കും. ലോകം വഷളാകും. ഹല്ലേലൂയ. ഇതെല്ലാം കണ്ടു തുടങ്ങുമ്പോൾ ഓർത്തോ, കർത്താവിൻ്റെ വരവടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അതിനു മുമ്പ് എന്ത് ചെയ്യണം? ഒരാളെ കൂടെ നേടണം. നിങ്ങൾ ഒരാഴ്ച പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഒരാളെ കൂടെ കൊണ്ടുവരണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സുവിശേഷം അറിഞ്ഞത് ഒരാൾ പറഞ്ഞിട്ടല്ലേ? അല്ല, നിങ്ങൾ ബൈബിൾ വായിച്ച് രക്ഷിക്കപ്പെട്ട അല്ലല്ലോ. അല്ല, നിങ്ങളോടൊരാൾ സുവിശേഷം പറഞ്ഞിട്ടാണ് നിങ്ങൾ സ്തോത്രം കേട്ടതും രക്ഷിക്കപ്പെട്ടതും. നിങ്ങൾ എന്തുകൊണ്ട് മറ്റൊരാളോട് പറയുന്നില്ല? ഞാനൊക്കെ ആത്മാക്കളെ കൊയ്തെടുത്തിട്ടുണ്ട്. സന്തോഷത്തോടെ പറയാം, ആത്മാക്കളെ കൊയ്തെടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്നും എവിടെങ്കിലും ഒന്ന് ലുലുമാളിലോ അവിടെ എവിടെങ്കിലും ചെന്ന് ഞാൻ ബ്രദർ എന്നെ സ്നാനപ്പെടുത്തിയത്, പ്രൈസ് നമ്മൾ നേടിയ ഒരാളെ കാണാം, എവിടെങ്കിലും കാണാം. പ്രൈസ് അതൊരു പ്രൗഡാണ്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിന്നാൽ, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവ് നിങ്ങളെയും മാനിക്കും. ഹല്ലേലൂയ. അനേകർ മരണത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അവരെ ജീവനിലേക്ക് നയിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ഒന്ന് പരീക്ഷിപ്പീൻ. നിങ്ങളെ തന്നെ എന്ത് ചെയ്യുന്നു? ഒന്ന് ശോധന ചെയ്യുവീൻ. ഹല്ലേലൂയ. വിശ്വാസം ഒന്ന് കൂടുതൽ നമ്മൾ കർത്താവിനോടൊന്ന് അടുക്കാൻ. ഹല്ലേലൂയ. സങ്കീർത്തനം 91 പറയാണ്, അവൻ എന്നോട് പറ്റിയിരിക്കണം. കർത്താവിനോട് പറ്റിയിരിക്കണം. ഹല്ലേലൂയ. മർക്കോസിനെ സുവിശേഷം ഞാൻ തപ്പിയിട്ട വാക്യം കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് ലേഖനം വരെ എഴുതിയിട്ടുള്ളതാണ്. പക്ഷേ ആ വാക്യം ഇവിടെ പറയണം. മർക്കോസിൽ ലാസ്റ്റിൽ കർത്താവിനെ അവർ ക്രൂശിക്കാൻ കൊണ്ടുപോയിരിക്കുമ്പോൾ പത്രോസിനെ കുറിച്ച് മർക്കോസ് എഴുതിയിരിക്കുക, അവൻ അകലം വിട്ട് പിൻചെന്നു. പത്രോസ് എന്ത് ചെയ്തു? കർത്താവിനെ ക്രൂശിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അവനോട് പറയുന്നുണ്ട്, നീയും അവൻ്റെ കൂടെ ഞാനൊന്നും ഇല്ലെന്ന് പറഞ്ഞ് പ്രാകാനും ആണയിടാനും തുടങ്ങിയെന്ന് പത്രോസ്. പിന്നെ പത്രോസിനെ പറ്റി എഴുതിയാണ്, കർത്താവിനെ അവൻ അകലം വിട്ട് പിൻചെന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കർത്താവിനെ പിന്തുടരുന്നതിൽ എന്തെങ്കിലും അകലമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ അകലമൊക്കെ ഒന്ന് മാറട്ടെ. മനസ്സിലാകുന്നുണ്ടോ? ഹലോ, മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം നിങ്ങൾ വെച്ചിരിക്കുന്ന ആ ടൈം കഴിഞ്ഞു. വചനം കേൾക്കാൻ നിങ്ങൾ നിശ്ചയിച്ചിരുന്ന അതിർവരമ്പ് കഴിഞ്ഞു. ഇനി ഞാനിവിടെ എന്ത് പറഞ്ഞാലും അത് വേസ്റ്റാ. പക്ഷെങ്കിലൊന്ന് കേട്ടെ, നിങ്ങളെ സമയത്ത് തന്നെ ഞാൻ വിടും. നാളെ രാവിലെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. പക്ഷേ ഞാനാ നാളെ പ്രസംഗിക്കുന്നത്, അത് ഓർത്തുകൊണ്ട് വേണം പോകാൻ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പ്രൈസ് ദി ലോർഡ്. നാളെ പ്രത്യേകിച്ച് ഓഫറൊന്നും തരാനും ഇല്ല. ഞാൻ തന്നെ നാളെ പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വലിയ പേരുള്ള ദേവദാസനൊന്നുമല്ല. ചിലപ്പോൾ പേരുള്ള ദേവദാസന്മാർക്ക് ഭയങ്കര ആൾ കൂടുതലാണ്. ഞാൻ പേരുള്ള ഞാൻ ഇരിക്കുന്നവരെ സുഖിപ്പിച്ച് ശുശ്രൂഷിക്കുന്ന, പഞ്ചസാര ചുണ്ടത്ത് വെച്ച് പ്രസംഗിക്കുന്ന ആളൊന്നും അല്ല. ഷുഗർ കോട്ടിങ് മെസ്സേജ് ഒന്നും എനിക്കില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാളെ ഞാനാണോ പക്ഷേ? ഞാനാണോ? അതോ സാക്ഷ്യം പറഞ്ഞിട്ടങ്ങ് മാറിയിട്ട് ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ സ്തോത്രം, എന്താണോ പറഞ്ഞു വന്നേ? പത്രോസ് അകലം വിട്ട് എന്ത് ചെയ്തു? അകലം വിട്ട് പിൻ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവുമായിട്ടൊരു അകലം ഉണ്ടായി. പറ്റിച്ചേർന്നിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 12 അധ്യായം 34 വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം വെച്ചിരിക്കുന്നു, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല. ഇങ്ങോട്ട് നോക്കിയാൽ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ട് നോക്കിയാൽ നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല. ഞാൻ ചോദിക്കട്ടെ, സ്തോത്രം, പിന്നെ അവിടെ എന്താ സംഭവം എന്ന് പറയാം. ഒരു ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുക്ക വന്നു. ന്യായശാസ്ത്രി എന്ന് പറയുന്ന ന്യായപ്രമാണം പഠിപ്പിക്കുന്ന അധ്യാപകൻ. അദ്ദേഹം യേശുവിൻ്റെ അടുക്ക വന്നിട്ട് ചോദിച്ചു, കൽപ്പനകളിൽ ഏതാ വലിയ കൽപ്പന? കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ നീ എന്ത് ചെയ്യണം?
സേവിക്കണം. അതാണ് അതിൽ കവിഞ്ഞ് പിന്നെ സ്നേഹിക്കണം. അതാണ് ഏറ്റവും വലിയ കൽപ്പന. ഉടനെ യേശുവിനോട് പറഞ്ഞു, ഗുരുവേ നീ പറഞ്ഞ ഭയങ്കര സംഭവമാണ്, നീ പറഞ്ഞത് ഭയങ്കര സംഭവമാണ്, അതിനപ്പുറത്ത് ഈ പുള്ളിച്ചിനോട് കയറ്റി പറഞ്ഞു. ഉടനെ കർത്താവ് അവനെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇവനാൾ കൊള്ളാം. എന്നിട്ട് കർത്താവ് അവനോട് പറഞ്ഞു, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല. എല്ലാവരുടെയും വിചാരം അവനെ ഒന്ന് പൊക്കിയെന്ന. വായിക്കുന്നവർക്ക് അങ്ങനെ തോന്നും. നീ ദൈവരാജ്യത്തോട് അകന്നവനല്ലെന്ന് ഞാൻ ന്യായശാസ്ത്രിയോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലരും അകന്നവനല്ല. ഞാൻ ചോദിക്കട്ടെ, അവൻ ദൈവരാജ്യത്തോട് അകന്നവനല്ല, അവൻ അടുത്തവനാണെങ്കിലും പ്രശ്നമാണ്, അവൻ അകന്നവനാണെങ്കിലും പ്രശ്നമാണ്. അവൻ എവിടെ കാണണം? ദൈവരാജ്യത്തിൽ കാണണം. ഹലോ, ഇവിടെ ഉണ്ടോ? വല്ലതും തലേ കയറുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? നീ ദൈവരാജ്യത്തോട് അകന്നവനല്ലെന്ന് അവനോട് പറഞ്ഞേ. നമ്മൾ ഓർക്കും അവനെ ഒന്ന് പുകഴ്ത്തുകയാണെന്ന്. അപ്പോൾ ബാക്കി എടുത്ത് വായിപ്പിച്ച കുറച്ച് നേരം വായിച്ച് അങ്ങനെ സമയം പോകും. അതുകൊണ്ടാണ് ഞാനങ്ങ് പറഞ്ഞു തരുന്നത്. നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് നോഹയുടെ പേടകം കാണിച്ചു തന്നു. നോഹയുടെ പേടകത്തിൽ ഞാൻ ചോദിക്കട്ടെ, നോഹയുടെ പേടകം, ആ പേടകം ദൈവം പറഞ്ഞ നിയോഗപ്രകാരം, ദൈവം പറഞ്ഞ നിർദ്ദേശപ്രകാരം പണിതു. എന്ത് ചെയ്തു? പറയാനുള്ള കയറ്റാനുള്ളവരെല്ലാം കയറ്റി. പ്രൈസ് ദി ലോർഡ്. കൃത്യസമയത്ത് മഴ പെയ്തു. വെള്ളം നിറയും തോറും പേടകം പൊങ്ങി. പൊങ്ങിപ്പോളാണ് പിടി കിട്ടിയത്. അയ്യോ, ഇത് പണ്ട് അപ്പച്ചൻ പ്രസംഗിച്ച ആ ഐറ്റമാണ്. കാരണം അതുവരെ മഴ പെയ്തിട്ടില്ല. അപ്പച്ചൻ പ്രസംഗിച്ച ഐറ്റമാണ്. വെള്ളം പൊങ്ങി. ഹല്ലേലൂയ. ഉച്ച കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ് നീന്താൻ തുടങ്ങി. അന്നേരം രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം എന്തേ ഉള്ളൂ? ഈ പേടകമേ ഉള്ളൂ. പേടകം പൊങ്ങിയിരിക്കുക, പോവുക, നീന്തി. എല്ലാവരും അന്ന് ജീവനോടെ ഇരുന്നവർ ഈ നോഹയുടെ പേടകത്തിൻ്റെ അകത്ത് നീന്തി ചെന്ന് കാണത്തില്ലേ? വാതിലടച്ചായിരുന്നോ? അടച്ചു. കൃപയുടെ വാതിൽ അടച്ചു. കൃത്യസമയത്ത് മഴ പെയ്തു, വെള്ളം പൊങ്ങി, പേടകവും പൊങ്ങി. രക്ഷപ്പെടാൻ നീന്തി എവിടെ ചെന്ന് കാണും? പേടകത്തിന്റെ അടുത്ത് ചെന്ന് കാണും. പേടകത്തിന്റെ വെളി ചെന്നിട്ടുണ്ട്, പേടകത്തെ തൊട്ട് കാണും. അകത്തുള്ളവനും പുറത്തുള്ളവനും തമ്മിൽ ഒരു പലകയുടെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പേടകത്തെ തൊട്ടവൻ കാണും, എന്നാലും അവൻ ദൈവരാജ്യത്തിൽ അല്ല, അവൻ ദൈവരാജ്യത്തിന് വെളിയില. അല്ല, പെട്ടകത്തിന് ദൂരെയുള്ളവനും അല്ല, ദൈവരാജ്യത്തിന് വെളിയില, അകലെയായാലും അടുത്തു. ഇന്ന് അകലെയാണോ അടുത്താണോ എന്നല്ല എൻ്റെ ചോദ്യം. നീ ദൈവരാജ്യത്തിലാണോ? നീ ദൈവരാജ്യത്തിലാണോ? ആമേൻ, ഹല്ലേലൂയ. പത്രോസ് അകലം വിട്ട് പിൻചെന്നു. ഇന്ന് രാത്രി എന്താ ദൂത്? നമുക്ക് പ്രാർത്ഥന കുറവുണ്ടോ? ഹല്ലേലൂയ. നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം കുറവുണ്ടോ? കർത്താവിന് വിശ്വാസം കുറഞ്ഞു പോയിട്ടുണ്ടോ? അതിനാ ഉപവസിക്കേണ്ടത്. അതാ ഇന്ന് റീചാർജ് ചെയ്യാനിട്ടിരിക്കുക, കുത്തിയിട്ടിരിക്കുക. ഇന്ന് ഉപവാസത്തോടുകൂടി ഒരു കാര്യം ഞാനങ്ങ് പറഞ്ഞേക്കാം. പ്രാർത്ഥന കുറവുണ്ട്, തിരിച്ച് പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. പലർക്കും പ്രാർത്ഥന കുറഞ്ഞു പോയി, തിരിച്ച് പ്രാർത്ഥനയിലേക്ക് വരാൻ അറിയത്തില്ല. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു തരാം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പഴയതുപോലെ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം പറയാം. ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള പഴയകാല അത്ഭുതങ്ങൾ, അല്ലെങ്കിൽ വിടുതലുകൾ, ചെയ്തിട്ടുള്ള നന്മകളൊന്ന് ഓർത്താൽ മതി. തന്നെ പ്രാർത്ഥന വരും. നടത്തിയ വിധങ്ങൾ ഓർത്താൽ പ്രാർത്ഥന തന്നെ വരും. ഹല്ലേലൂയ. പ്രാർത്ഥന തന്നെ വരും. ഹല്ലേലൂയ. ഇന്ന് തൊട്ട് ഒരു പ്രാർത്ഥനാ ജീവിതം റീസ്റ്റാർട്ട് ചെയ്യ്. ഹല്ലേലൂയ. ബൈബിൾ കൂടി ഉൽപ്പത്തി തൊട്ട് വായിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ കേൾക്കുക. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. എന്നെക്കുറിച്ചാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചോ വേണേ പറഞ്ഞു. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. യിരെമ്യാവ് 2:2 വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ നിന്നെ മണവാട്ടിയായി. 2:2 മറന്നുപോയി, അത് ബാക്കി വായിക്കാം നമ്മളെ. യിരെമ്യാവ് 2:2. ഹല്ലേലൂയ. നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഉണ്ട്. നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച നാളിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ കുറേ നാൾ കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടെ പണ്ട് പറഞ്ഞല്ലേ, ആദ്യം കല്യാണം കഴിച്ചു കഴിയുമ്പം മുത്ത് പൊന്നെ കിലുക്ക, നീ എൻ്റെ മുത്ത, നീ എൻ്റെ കിലുക്കുക, വാടാ പോടാ ചക്കര അപ്പടിയാ ഇപ്പിടിയാ എന്നൊക്കെ പറയും. ഭയങ്കര പ്രേമമാണ്. പിടി കിട്ടിയോ? കുറച്ച് കഴിയുമ്പോൾ ഭർത്താവ് പറയുന്നതെല്ലാം ഭാര്യ കേൾക്കും, ഭാര്യ പറയുന്നതെല്ലാം ഭർത്താവ് കേൾക്കും.
ഭർത്താവ് പറയുന്നതെല്ലാം ഭാര്യ കേൾക്കും, ഭാര്യ പറയുന്നത് ഭർത്താവ് കേൾക്കും. ആദ്യത്തെ ആഴ്ച ഭാര്യ പറയുന്നതെല്ലാം ഭർത്താവ് കേൾക്കും, രണ്ടാമത്തെ ആഴ്ച ഭർത്താവ് പറയുന്നതെല്ലാം ഭാര്യ, മൂന്നാമത്തെ ആഴ്ച രണ്ടുപേരും പറയുന്നത് നാട്ടുകാർ കേൾക്കും. ഹല്ലേലൂയ. മനസ്സിലായോ? നിന്റെ യൗവനത്തിലെ ഭക്തി, അതായത് നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മളിൽ നിന്നൊരു സ്നേഹം വെളിയിൽ വന്നായിരുന്നു. എൻ്റെ കൂടെ ഒന്ന് വാപ്പ, ഇത് ഒരുമാതിരി രക്ഷിക്കപ്പെട്ട ഞാനൊക്കെ എങ്ങനെയാണ്, എൻ്റെ അപ്പൻ എന്ന് ജീവനോടെ ഉണ്ട്. ഞാൻ രക്ഷിക്കപ്പെടുമ്പം ഞാൻ നിരീശ്വരവാദിയായിട്ട് ബൈബിളൊക്കെ കത്തിച്ച് നടക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥിക്കാൻ ഭയങ്കര നാണക്കേടാണ്. അമ്മ അന്ന് മുത്തുരാഷ്ട്രത്തിലുള്ള മറ്റേ അമ്മയ്ക്ക് ജോലിയുണ്ട്. അപ്പം ഞാൻ വീട്ടിലാരുമില്ല, ഞാനാണ് പെരക്കകത്ത് കയറിയിട്ട് അങ്ങ് ദൈവസ്നേഹം നിറഞ്ഞിട്ട് പെരക്കകത്ത് ഈ ഡോർ അടച്ചിട്ട് പെരക്കകത്തൊരു ശബ്ദം കുറച്ച് പ്രാർത്ഥിക്കും. പപ്പ കണ്ട ഭയങ്കര ചമ്മലാണ് എനിക്ക്. അപ്പം ഞാൻ പറയും ഒത്തിരി സ്തോത്രം ഒത്തിരിച്ച് പറയാൻ എനിക്കങ്ങ് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ കർത്താവേ, ഞാനൊരു സ്തോത്രം പറഞ്ഞാൽ നീ അത് 1 കോടി സ്തോത്രമായിട്ട് അങ്ങ് എടുത്തോണോ. അങ്ങനെയൊക്കെ അങ്ങ് പ്രാർത്ഥിച്ച് അങ്ങ് കെട്ടിപ്പിടിച്ച് കിടക്കാറ്. ഇന്നിപ്പോൾ പാസ്റ്ററായി, 10 പേരെ അറിയാൻ തുടങ്ങി, വലിയ പുള്ളിയായി, ബൈബിൾ ക്ലാസ്സായി, SP ട്രെയിനിങ് ആയി. എനിക്കറിയാമല്ലോ, ഞാൻ വലിയ പുള്ളിയായി. ഇപ്പോൾ 1 കോടി പോയിട്ട് ഒന്നുപോലും. ഹല്ലേലൂയ. കർത്താവ് എന്നോട് ഇന്ന് രാത്രി പറയാം, എടാ അന്ന് നീ 1 കോടി എന്നൊക്കെ പറഞ്ഞ ആ സാധനം ഇപ്പം എനിക്ക് ഓർമ്മയുണ്ടെന്ന്. നിന്റെ യൗവനത്തിലെ സ്നേഹം എനിക്ക് ഓർമ്മയുണ്ടെന്ന്. 2:21 ഇരമ്യാ 2. ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവായി നട്ടിരിക്കെ, നല്ല തയ്യായിട്ട് തന്നെ നിന്നെ ഞാൻ നട്ടിരിക്കെ, നീ എനിക്ക് കാട്ടുമുന്തിരി വള്ളിയുടെ തൈയായി തീർന്നത് എങ്ങനെ? യൗവനത്തിൽ നിന്റെ കല്യാണ വിവാഹം ഉറപ്പിച്ച നാളിലെ സ്നേഹം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിയായിട്ട് നട്ടു, ഇപ്പം നീ എനിക്ക് കാട്ടുമുന്തിരി. കർത്താവേ, കാട്ടുമുന്തിരിയൊക്കെ എന്നാ എവിടെ ഇരിക്കും? ഈ കാട്ടെല്ലാം മാറ്റി ഒന്ന് നല്ല ഐറ്റം, കാട്ടറബി എന്നൊക്കെ പറയുന്നില്ല, ഐറ്റം ഒക്കെ മാറ്റി നാട്ടൻ ഐറ്റം ആയിട്ടൊന്ന് വെളി വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല റെഡി ആയിട്ട്. ഈ വാസ്തവത്തിൽ ദൈവസഭ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടി പാർലറാണ്. എനിക്ക് വൈഫിന് സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ ഉള്ളതുകൊണ്ട് ബ്യൂട്ടി പാർലറൊക്കെ ചില ഐറ്റമൊക്കെ വന്നു കഴിഞ്ഞ് ബ്യൂട്ടി പാർലറൊക്കെ വന്നിട്ട് അങ്ങോട്ട് ചിലപ്പോൾ ഒക്കെ കയറിപ്പോവും. ഈ കയറിപ്പോയിട്ട് തിരിച്ച് നിങ്ങൾ ഇറങ്ങിപ്പോയി നമുക്ക് മനസ്സിലായി, വന്നിട്ട് പൈസ തരാൻ വരും. സത്യമായിട്ടും പാസ്റ്ററേ, ഇവരങ്ങോട്ട് ബ്യൂട്ടി പാർലറിലോട്ട് കയറിപ്പോയിട്ട് ബ്ലോ ഡ്രൈ ചെയ്ത് ഈ തലയൊക്കെ കഴുകിയിട്ട് ഇറങ്ങി വരും. ഇപ്പം ഞാൻ ആദ്യം എറണാകുളത്ത് ചെല്ലുമ്പോൾ ഒരു ബ്യൂട്ടി പാർലർ അയക്കൊരു 5 പ്രസ്ഥാനം ഓപ്പൺ ആക്കി കൊടുക്കണം. വർക്ക്ഷോപ്പ് ഓപ്പൺ ആക്കണം, സ്പെയർ പാർട്സ് ഓപ്പൺ ആക്കണം. ആദ്യം കോവിഡ് സമയത്ത്, വെള്ളപ്പൊക്ക സമയത്ത് മുങ്ങിപ്പോയൊരു ബ്യൂട്ടി പാർലർ ഓപ്പൺ ആക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് സിനിമാ തിയേറ്റർ, മൾട്ടിപ്ലക്സ് സിനിമാ തിയേറ്റർ സ്റ്റാർട്ട് ചെയ്യണം. ഇത്രയും പ്രൊജക്റ്റാണ് എനിക്ക് ആദ്യം തന്നത്. സിനിമാ തിയേറ്ററൊന്നും തുടങ്ങിയില്ല, ഭാഗ്യം ഞാനായതുകൊണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ബ്യൂട്ടി പാർലർ ഞാൻ അവിടെ മാനേജറായിട്ടിരിക്കുകയാണ്. ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഓരോ സഹോദരിമാർ കയറി വരും, സിനിമാ നടിമാരൊക്കെ വരും. ഇത് നിങ്ങൾ അകത്തോട്ട് പോയിട്ട് തിരിച്ചു വരും, പൈസ തരാൻ ഞാൻ കൗണ്ടറിലിരിക്കുക. പൈസ തരാൻ വരുന്നുണ്ടെങ്കിൽ എനിക്ക് ആളെ മനസ്സിലാകത്തില്ല. അങ്ങോട്ട് പോയതുപോലെ അല്ല ഇങ്ങോട്ട് വരുന്ന ആൾ മാറിപ്പോയി. അപ്പോൾ ഈ ദൈവസഭ എന്ന് പറഞ്ഞൊരു ബ്യൂട്ടി പാർലറാണ്. ഒരാൾക്ക് വേണ്ടി ഒരുക്കുക ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും. ഇതൊരു മണവാട്ടിയാ. ഏത് കാശില്ലാത്ത പെണ്ണിനെ കെട്ടിച്ചാലും അവൾ ബ്യൂട്ടി പാർലറിൽ പോയിരിക്കും. എത്ര നിവൃത്തിയില്ലാത്ത പെണ്ണാന്നേലും അവളൊരു ബ്യൂട്ടി പാർലറിൽ പോയിരിക്കും. ഇന്ന് നിവൃത്തി ഉണ്ടോ ഇല്ലയോ, ഇന്ന് ബ്യൂട്ടി പാർലറിൽ ഇരിക്കുക, ഒരുങ്ങിക്കൊണ്ടിരിക്കുക, ഒരുവന് വേണ്ടി, ഒരുവനെ കാണിക്കാൻ. ആരെ കാണിക്കാനാന്നൊക്കെ ചിലരൊക്കെ ചോദിക്കും. ഒരുവനെ കാണിക്കാൻ, ഒരുവന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് വചനം കൊണ്ട് കഴുകിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. നിർത്തുക കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ നിന്നെ ഞാൻ വിശിഷ്ട മുന്തിരിവള്ളിയായി നട്ടിരിക്കെ, നീ എനിക്കെങ്ങനെ കാട്ടുമുന്തിരിവള്ളിയായി? ഹല്ലേലൂയ. നിന്റെ വിവാഹം നിശ്ചയിച്ച ഉറപ്പിച്ച നാളിൽ ഹല്ലേലൂയ നിന്റെ സ്നേഹം ഞാൻ ഓർക്കുന്നു. രക്ഷിക്കപ്പെട്ട സമയത്ത് എന്തൊരു പ്രാർത്ഥനയായിരുന്നു, എന്തൊരു സ്തോത്രമായിരുന്നു, എന്നാ ഉപവാസമായിരുന്നു, എന്തൊരു സ്നേഹമായിരുന്നു. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നോട് പറയാനുണ്ട്. എഫീഷ്യർക്ക് എഴുതിയ ലേഖനം എന്ന് വെച്ചാൽ വെളിപ്പാട് പുസ്തകത്തിൽ എഫീഷ്യർക്ക് എഴുതിയ സഭയ്ക്കുള്ള ദൂതിൽ പറയുകയാണ്. എബ്രായർ 3:14 വായിക്കുമ്പോൾ പറയുകയാണ്, ആദ്യ വിശ്വാസം അവസാനത്തോളം എന്ത് ചെയ്യുക? അപ്പോൾ വിശ്വാസം മുറുകെ പിടിച്ചില്ലേ ഊർന്നു പോകും. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. ഇന്ന് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി നമ്മൾ കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ വേലയിൽ ഇറങ്ങുന്ന ആത്മാക്കളെ നേടുന്നവരായി നമ്മളെ തന്നെ ഒന്ന് ഒരുക്കി, കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മളെ ഒന്ന് ഒരുക്കുന്ന ഹല്ലേലൂയ സഹോദരൻ നല്ല മണവാട്ടിയായി ഹല്ലേലൂയ നമ്മളെ തന്നെ ഒന്ന് അണിഞ്ഞൊരുക്കാം. ദൈവത്തിൻ്റെ വചനത്താൽ ഇന്ന് കഴുകപ്പെട്ടവർക്കായി സ്തോത്രം. മറന്നു പോകരുത്, നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഏറ്റവും ഉണർന്നിരിപ്പീൻ. മത്തായി സുവിശേഷം
രാത്രി 6:40 ഗെത്സമനെ തോട്ടത്തിൽ കർത്താവ് ഒരു കല്ലേറ് ദൂരത്തോളം പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ശിഷ്യന്മാരോട് പറഞ്ഞു പോയി. തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച ശിഷ്യന്മാർ ഉറങ്ങുന്ന കാഴ്ചയാണ്. പത്രോസിനോട്, പത്രോസേ ഹല്ലേലൂയ ഒരു നിമിഷമെങ്കിലും എന്നോട് കൂടെ ഇരുന്ന് ഒന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ നിനക്ക് കഴിയത്തില്ലയോ പത്രോസേ? ഹല്ലേലൂയ ഇന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ, ഹല്ലേലൂയ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഉണർന്നിരുന്ന് പ്രാർത്ഥനയിൽ ഉറ്റരിപ്പാൻ, കർത്താവിന്റെ സ്നേഹത്തിൽ നിലനിൽപ്പാൻ, വിശ്വാസത്തിൽ നിലനിൽപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ ഒന്ന് പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇന്ന് ഏറ്റവും അടുത്തിരിക്കുന്നു. ഉണർന്നിരിക്കുക, ഉറക്കം വിട്ട്, ആത്മീയ ആ മയക്കം വിട്ട്, ഉറക്കം വിട്ട് ഇന്ന് രാത്രി ഉണരുന്ന താമി പ്രയർ സെന്ററിലെ ദൈവമക്കൾക്കായി സ്തോത്രം. ഈ ദേശത്ത് ഈ സഭയില്ലെങ്കിൽ ഹല്ലേലൂയ വേറെ ആരെ നേടാനില്ല. ഈ സഭ മാത്രമേ ഉള്ളൂ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഈ സഭ മാത്രമേ ഉള്ളൂ ഇറങ്ങി പുറപ്പെടുവാൻ, ഈ സഭ മാത്രമേ ഉള്ളൂ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. നമ്മുടെ ഉത്തരവാദിത്വം വലുതാ പ്രിയപ്പെട്ടവരെ. ഈ സഭയെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ വലുതാ. ഈ ഉത്തരവാദിത്വം എല്ലാവരും ഏറ്റെടുത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങാം, മുൻപോട്ട് ഇറങ്ങാം, ആത്മാക്കളെ നേടാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ.